ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത് സൂറത്ത് അബസ, പിന്നെ ഏതായിരുന്നു സൂറത്ത്? ഏതായിരുന്നു? അത്വലാഖ്. യെസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് സൂറത്തുൽ ഖിയാമയാണ്. അപ്പോൾ സൂറത്തുൽ ഖിയാമ 75-ാമത്തെ സൂറത്ത്. എല്ലാവരും എടുത്തേ. സൂറത്തുൽ ഖിയാമ 75-ാമത്തെ സൂറത്ത്. മൊത്തം 40 ആയത്താണ് ആ സൂറത്തുള്ളത്. എല്ലാ ആയത്തുകളും സംസാരിക്കുന്നത് പരലോകത്തെ കുറിച്ചാണ്. ഫസ്റ്റിലത്തത് ഖിയാമത്ത് നാളാ. ഫസ്റ്റിലത്തെ ഭാഗത്തിൽ അങ്ങനെ പറയുന്നത്. 15-ാമത്തെ ആയത്ത് വരെ ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയാണ്. പിന്നെ 16-ാമത്തെ ആയത്ത് ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജമഅഹു വ ഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന ثم ഇന്ന അലൈനാ ബയാന. കണ്ടാ? അങ്ങനെ 16, 17, 18 നാലായത്തുകളിനിടയിൽ വന്നിട്ടുള്ളത് പരലോകത്തെക്കുറിച്ചല്ല സംസാരം. പിന്നെ വീണ്ടും കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ വജൂദുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ വവുജൂഹുൻ യൗമഇദിൻ ബാസിറ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പരലോകത്തെക്കുറിച്ചാണ് മാറുന്നത്. എന്താണ് ഈ നാലായത്ത് ഇവിടെ ചെയ്യുന്നത്? വാട്ട് ഈസ് ഇറ്റ്? ഈ നാലായത്ത് ഇവിടെ എന്താണ് പണി പറഞ്ഞേ? എന്താണ് ഇവിടെ പറഞ്ഞത്? പ്രവാചകനോട് തിരക്ക് പിടിച്ചുകൊണ്ട് ഖുർആനെ മനസ്സിരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി ഇങ്ങനെ തിരക്ക് കൂട്ടിക്കൊണ്ട് ചെയ്യേണ്ടതെന്നാണ്. പ്രവാചകൻ ഈ ദിവ്യ സന്ദേശം ധൃതിയിൽ ഹൃദ്യസ്ഥമാക്കുന്നതിന് വേണ്ടി നാക്ക് പിടപ്പിക്കേണ്ടതില്ല. അത് ഓർമ്മിച്ചു തരേണ്ടതും വായിപ്പിക്കേണ്ടതും നമ്മുടെ ചുമതലയാകുന്നു. അതിനാൽ നാം അത് വായിച്ചു തരുമ്പോൾ നീ ശ്രദ്ധ കൊടുക്കേണ്ടതായിരിക്കുന്നു. പിന്നെ അതിൻ്റെ താല്പര്യം വിശദീകരിച്ചു തരേണ്ടതും നമ്മുടെ തന്നെ ചുമതലയാകുന്നു. അത് വിശുദ്ധ ഖുർആന് പ്രവാചകനക്ക് മനസ്സിലാക്കി കൊടുക്കാനും പ്രവാചകന്റെ മനസ്സിൽ തിരുത്തി കൊടുക്കാനും അതിൻ്റെ വിശദീകരണം എന്താണെന്ന് റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുക്കാനുമുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണുള്ളത്. അതുകൊണ്ട് ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ തിരക്ക് കൂട്ടിക്കൊണ്ട് ആയത്തുകളുടെ അർത്ഥം എന്താണ്, ആയത്തുകൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ധൃതി കൂട്ടണ്ട എന്നാണ് ഈ നാലായത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. പക്ഷെ നമ്മളുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിനെ കുറിച്ചിട്ട് 40 ആയത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ 40-ലെ 4 ആയത്തുകൾ തികച്ചും മറ്റൊരു ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു തആല പരലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് 4 ആയത്തുകൾ ഖുർആനുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കൊടുത്തിട്ട് വീണ്ടും ആഖിറത്തിലേക്ക് പോകുന്ന എന്താണെന്നുള്ളതാണ്. എന്താണെന്ന് അപ്പോൾ വരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ഐഡിയയും കിട്ടിയാ? ആർക്കെങ്കിലും വല്ല ഐഡിയയും കിട്ടിയാ? എവിടെ കിട്ടാൻ അല്ലേ? വാട്ട് ഈസ് ദ കഥ? ആയത്തുകൾ മറന്നു പോകുന്നുള്ള. ആ, അത് എന്തിനാ അവിടെ പറയാൻ കാരണം? അതായത് പ്രവാചകൻ നമുക്ക് അറിയിച്ചതുപോലെ ഖിയാമത്ത് നാള് അടുത്താണോ വിദൂരത്താണോ? എങ്ങനെയാണ്? ഇതാരാണ്? മുഖം കാണാത്ത ഒരാള്, ദൂരെ അങ്ങോട്ട് നോക്കി നിൽക്കുന്ന ഒരാള് ആരാ? ആ, മുഫീദാണല്ലേ? ക്ലാസ് ലീഡർ ആണല്ലേ? ക്യാമറ ഓഫ് ആക്കി തിരിക്കണത്. ആ, അപ്പോ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? എന്റെ വരവും ഖിയാമത്ത് നാളും കഹാത്തി, ഇതുപോലെയാണ് അല്ലേ? ആണോ അല്ലേ? എവിടെ റബ്ബെങ്ങൊന്നും എവിടെയാണ്? മൂസ അലൈഹി ഇസ്ലാമിന് ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അർത്ഥം അറിയാം. മൂസ അലൈഹി ഇസ്ലാമിനെ തൂർ പർവ്വതത്തിൽ വെച്ച് കണ്ടപ്പോൾ, അല്ലെങ്കിൽ അവിടെ കണ്ടുമുട്ടിയ സമയത്ത് ആദ്യത്തെ സംഭാഷണം എന്താന്നുള്ളതിന്റെ എന്താ അല്ല പറഞ്ഞത്? ഫസ്റ്റ് അല്ല പറയുന്നതാ. ആദ്യം അല്ല പറഞ്ഞു, ഞാൻ അള്ളാഹു ആണ്, ഇന്നക ഫിൽ വാദിൽ മുഖദ്ദസി തുവ, അതുകൊണ്ട് തന്നെ ചെരുപ്പും കാര്യമൊക്കെ അയച്ചു വെക്കുക. ആ ഒരു നിർദ്ദേശം കൊടുത്തിട്ട് മൂസാ നബി എന്താണ് അള്ളാഹുവിന് പറയാനുള്ളത് കേൾക്കാൻ സന്നദ്ധ ആയ അവസ്ഥയിൽ, അല്ലെങ്കിൽ തയ്യാറായപ്പോൾ
ഫസ്റ്റ് മെസ്സേജ് എന്തായിരുന്നു മൂസ അലൈഹി ഇസ്ലാം? ഫിറോന്റെ അടുത്തേക്ക് പോവാനാ. നശിപ്പിച്ച് ആ ഫ്ലോ പോയി. എന്താ പറയുന്നത്? സൂറത്ത് താഹ, ഇന്ന സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫീഹ. എന്താ പറഞ്ഞത്? ഖിയാമത്ത് നാളിതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. അക്കാദ് ഉഖ്ഫീഹ, പക്ഷെ ഞാൻ അതിൻ്റെ സമയമുണ്ടല്ലോ അത് ഞാൻ മറച്ചു വെച്ചിരിക്കുകയാണ്. അത് എന്താന്നുള്ളത് അത് ഒരു ലീഡർഷിപ്പിന്റെ ഒരു അവസ്ഥയിൽ എന്താന്നുള്ളത് നമുക്ക് ഖുർആന്റെ ആയത്തുകൾ നമ്മൾ ഇന്റർപ്രിട്ടേഷനിൽ നമുക്ക് വേറെ രൂപത്തിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മളൊരു പോർഷൻ വരുന്നുണ്ട് മൂസ അലൈഹി സ്വലാം കഥയിൽ. അവിടെ നമുക്ക് വിശദമായിട്ട് പറയാം. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ് എന്താ വെച്ചാൽ, മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ആഗമനം എന്ന് പറഞ്ഞത് അതായത് ഈസ അലൈഹി ഇസ്ലാം ഒന്ന് കഴിഞ്ഞിട്ട് ഏകദേശം 600 കൊല്ലം കഴിഞ്ഞിട്ടാണ് റസൂലിൻ്റെ വരുന്നത് അല്ലേ? ആൻഡ് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഏകദേശം ഐ തിങ്ക് അറൗണ്ട് 1500 അങ്ങനത്തെ കൊല്ലം മുമ്പെയാണ് മൂസ അലൈഹി ഇസ്ലാം വന്നുള്ളത്, ശരിയല്ലേ? അതായത് ഏകദേശം മൂസ അലൈഹി ഇസ്ലാമിൻ്റെയും പ്രവാചകൻ്റെയും ഇടയിൽ ഓൾമോസ്റ്റ് 2000-2300 കൊല്ലത്തിൻ്റെ വ്യത്യാസമുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ തന്നെയല്ലേ? അതൊന്ന് ചെക്ക് ചെയ്തോളി. വാട്ട് എവർ എന്തൊക്കെ തന്നെ ആണെങ്കിലും അത്രയും ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എത്രാമത്തായിട്ടെന്ന് പറഞ്ഞു? താഹയിലത്തെ മറ്റേന്നാണ് ഒരു 5-10 ആയത്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം. മറ്റേ മൂസ അലൈഹി ഇസ്ലാം മറ്റേ തീ അന്വേഷിച്ചു കൊണ്ട് പോകുന്ന രംഗങ്ങളും പിന്നെ അവിടെ എത്തിയപ്പോൾ മറ്റേ ശബ്ദം കേട്ടതൊക്കെ ആളെ കാണാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 2000, 2500, 2300 ഏകദേശം ഒരു ആവറേജിൽ ഒരു വ്യത്യാസമുണ്ട്. മൂസ അലൈഹി ഇസ്ലാം വന്ന് കഴിഞ്ഞിട്ട് ഏകദേശം 2000 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ആര് റസൂലുള്ളാഹി വരുന്നത്. ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ, മൂസ അലൈഹി ഇസ്ലാം ഹു കെയിം ബിഫോർ റസൂലുള്ളാഹ്, 2000 കൊല്ലം റസൂലിന് മുമ്പ് വന്ന മൂസ അലൈഹി ഇസ്ലാം, ആ മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇന്ന സാഅത ആതിയത്തുൻ. അതായത് പ്രവാചകരെ മൂസ അലൈഹി ഇസ്ലാമിനോട് പറയാണ്, മൂസ അലൈഹി ഇസ്ലാമെ അന്ത്യനാളിന്റെ സമയം ഇതാ വന്നുകൊണ്ടിരിക്കട്ടെ, വന്ന് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അത് എപ്പോഴാന്നുള്ളത് ഞാൻ മറച്ചു വെച്ചിരിക്കുകയാണ്. അക്കാദ് ഉഖ്ഫിയ, ഐ ഡിസൈഡഡ് ടു കീപ്പ് ഇറ്റ് എന്ത് മറച്ചു വെച്ചിരിക്കുകയാണ് എന്നല്ല, പക്ഷെ വന്നിക്കണേ. അപ്പോൾ മൂസ അലൈഹി ഇസ്ലാമിനോട് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ സംഗതി 2000 കൊല്ലം കഴിഞ്ഞപ്പോൾ റസൂലുള്ള വന്നപ്പോൾ ആ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്, എൻ്റെ ആഗമനവും ഖിയാമത്ത് നാളും ഈ 2 വിരൽ പോലെയാണ്, വെരി ക്ലോസ്. മീൻസ് പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടു എന്നത് തന്നെ ഖിയാമത്ത് നാളിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്. ഓക്കെ, അപ്പോൾ ആ പറച്ചൽ കഴിഞ്ഞിട്ട് 1500 കൊല്ലായി. റസൂലുള്ള വന്നപ്പോൾ തന്നെ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്നും ആ ഒരു സംഗതി പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ 1500 വർഷമായി. ഇനിയും നമ്മൾ ആരെ കാത്തുക്കുന്ന അള്ളാഹു എനിക്കറിയുന്നുണ്ട്. ഇപ്പം നമ്മൾ അങ്ങനത്തെ കാര്യം നമ്മൾ ചർച്ച ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ നമ്മൾ ചുറ്റുഭാഗത്ത് കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചേട്ടാ. കാരണം തിങ്സ് ആർ അൺഫോൾഡിങ് വെരി ഫാസ്റ്റ്. റസൂലുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ പലതും പെട്ടെന്ന് ഇങ്ങനെ തുറന്നു വരികയാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചോളിയും. അതായത് മറ്റേ എന്താണ് ഈ ഒരു ഗ്രന്ഥമുണ്ട് വൽബിദായ വനിഹായ, അതായത് ഇപ്പൊ തരാം ഒരു മിനിറ്റ്. ഇബ്നു കസീറിന്റെ പുസ്തകമാണിത്. കണ്ടാ, ഇത് ഇബ്നു കസീറിന്റെ പുസ്തകമാണ്, ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളതാണത്. ദ ബുക്ക് ഓഫ് ദ എൻഡ്, ദ ഗ്രേറ്റ് ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ്. ആർക്കെങ്കിലും ഇത് എടുത്തിട്ട് ഒന്ന് വാങ്ങി വായിക്കാൻ പറ്റുമെങ്കിൽ നല്ല സംഗതിയാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഓരോ അടയാളങ്ങളെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ ദ ലാസ്റ്റ് വേൾഡ്, ഇത് ഡോക്ടർ അബ്ദുറഹ്മാൻ അരീഫി പരിവർത്തന നടത്തിയിട്ടാണത്. അവസാനത്തെ നാളിനെ കുറിച്ചിട്ടും ബർസഖിനെ കുറിച്ചിട്ടും ഖുർആനും സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരണങ്ങളാണ് ഈ കാണുന്നത്. ഈ പിക്ചർ ഒന്ന് ഷെയർ ചെയ്യണം ഇൻഷാല്ലാ. എന്താണ് ഈ ബുക്കിന്റെ ഒരു പിക്ചർ ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. ഇട്ടുതരാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ പഠനം എന്ന് പറഞ്ഞാൽ കേവലം ക്ലാസ്സുകൾ മാത്രം കേട്ടാൽ പോരാ. നമ്മളുടെ ഭാഗത്ത് നിന്ന് ചില സംഗതികൾ, പ്രത്യേകിച്ച് ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കാനും കൂടി നമുക്ക് പറ്റണം. അപ്പോഴാണ് ഖുർആന്റെ ആയത്തുകളും റസൂലിൻ്റെ ഹദീസുകളും
ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ പല സംഭവ വികാസങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുള്ളൂ. നമ്മൾ വെറുതെ ബ്ലൈൻഡ്ലി ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ചില പുസ്തകങ്ങൾ വായിക്കുക, വായന എന്നുള്ളതൊരു ശീലമാക്കി മാറ്റണം. അങ്ങനെ അപ്പോഴാണ് നമ്മളെ അറിവ് കുറച്ചും കൂടി ഉറച്ചിരിക്കുക. നിങ്ങൾ ഖുർആന്റെ തദബ്ബുറൊക്കെ ചെയ്യുന്ന ആളുകൾ എന്ന നിലക്ക് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ട ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ വായനയാണ്. അത് നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ പൈസ ചിലവാക്കുന്നുണ്ട് അല്ലേ? കുറച്ച് പൈസ നമ്മൾ എന്ത് ചെയ്യുക, ഇസ്ലാമികപരമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാൻ. നമ്മൾ പല വീടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളൊന്നും പൊടി തട്ടാനോ അത് വായിക്കാനോ ശ്രമിക്കാറില്ല. അതൊക്കെ നമ്മൾ ചെയ്യുന്ന വലിയ അനീതിയാണ്. ഓക്കെ, എനിവേ, അപ്പോൾ പറഞ്ഞു എട്ടിന്റെ വന്ന പോയിന്റ്, മലയാളം പരിഭാഷ ഉണ്ടോ? മലയാളം ഇപ്പൊ മലയാളം ഒരു ഉണ്ടോ? വിഷയമല്ല മക്കളെ. നിങ്ങൾ അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾ ഈ സാധനം നിങ്ങളെ മൊബൈലിനകത്ത് ആപ്പ് ഉണ്ട്. ഇത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് PDF സേവ് ചെയ്യും. ആ PDF നിങ്ങൾ ChatGPT പോയിട്ടോ ജെമിനി പോയിട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഈ അറ്റാച്ച് ചെയ്ത സാധനം മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്ത് കൊണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ സെക്കൻഡിൽ സാധനം ഫുള്ള് മലയാളത്തിലേക്ക് വരും. അതിന് കോപ്പി ചെയ്ത് വേർഡിലോട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൗകര്യം പോലെ വായിക്കാം. ഇന്നതൊന്നും ഒരു വിഷയമല്ല. അതൊക്കെ പണ്ടത്തെ കാലത്താണ്. നിങ്ങൾ വെറുതെ മൊബൈലിൽ ഒരു പേജും തുറക്കുക, എന്നിട്ട് വെറുതെ മൊബൈലിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? മൊബൈലിൽ കാണിച്ചു കൊടുത്താൽ കംപ്ലീറ്റ് മൊബൈൽ ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ചെയ്യും. അതൊരു PDF ആക്കി തരും നിങ്ങൾക്ക്. ആ PDF അറ്റാച്ച് ചെയ്യുക, ജെമിനി പോയിട്ട് അല്ല പ്ലസ് കാണാം, അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പ്ലീസ് ട്രാൻസ്ലേറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ദി അറ്റാച്ച് ഡോക്യുമെന്റ് ഇൻ ടു മലയാളം എന്ന് പറഞ്ഞാൽ മതി. ആ മലയാളത്തിലേക്ക് ഫുള്ള് തരും. ലാസ്റ്റ് ചോദിക്കും ഇത് സമ്മറൈസ് ചെയ്യണമായിരിക്കും. അപ്പോൾ യെസ് തന്നെ മുമ്പ് സമ്മറൈസ് ചെയ്ത് തരും, പോയിന്റ് ബൈ പോയിന്റ് ആക്കി തരും. ഇതൊന്നും ഇന്നത്തെ കാലത്തൊരു വിഷയമല്ല കേട്ടോ, വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. അപ്പം എന്താ പ്രശ്നം പറഞ്ഞാൽ നമുക്ക് സന്നദ്ധ വേണം, നമുക്ക് ചെയ്യാനുള്ള ആഗ്രഹം വേണം, അതിയായ ആഗ്രഹം വേണം, അതിനുവേണ്ടി സമയം കണ്ടെത്തണം, പഠിക്കാനുള്ള ഇൽമിനോടുള്ള ഒരു ആർത്തി വേണം. അതുണ്ടായി കഴിഞ്ഞതൊന്നും വിഷയമല്ല. നിങ്ങൾ ഇന്നങ്ങാട്ടി മനോഹരമായി നിങ്ങൾ ക്ലാസ് എടുക്കും ആകെ ചെയ്യുകയാണെങ്കിൽ. നമ്മളെ പ്രശ്നം ഇത് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ അപ്പോൾ 2300 കൊല്ലവും 2000 കൊല്ലവും പിന്നെ റസൂൽ വന്നതിൻ്റെ 1500 കൊല്ലം തന്നെ 3500 കൊല്ലമായി. അപ്പോൾ മൂസ അലൈഹി ഇസ്ലാമിനോട് ഖിയാമത്ത് നാളത വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് 3500 കൊല്ലമായി ഇപ്പോൾ. ഓക്കെ, അപ്പോൾ റസൂൽ എന്താ ചെയ്യണമെന്നാണ്, എന്താണ് അവരെ ഈ സത്യനെ എന്താണ് നിഷേധികളെ ഖുറൈശികളെ വാൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്താണ് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, ഖിയാമത്ത് നാൾ വരുന്നുണ്ട്, നിങ്ങൾ ഇനിയെങ്കിലും സത്യം എന്താണ് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങളെ കാര്യം കട്ടപോക്കെയാണ്. പക്ഷെ അവർ സീരിയസ് ആയി എടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പ്രവാചകന്റെ ഒരു ഉള്ളിലത്തെ ഒരു പ്രശ്നം എന്ന് പറയാൻ, ഒരു പ്രയാസം പറഞ്ഞാൽ, ഞാൻ ഒരുപാട് ആയത്തുകൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്, പല ആയത്തുകളും ഞാൻ ഇവർക്ക് ഓതി കേൾപ്പിക്കുന്നുണ്ട്, എന്നിട്ടും അവർ കൺവിൻസ്ഡ് ആവുന്നില്ല. എന്താണെന്നല്ലേ? എന്നിട്ടും അവരെന്താവുന്നില്ല, കൺവിൻസ്ഡ് ആവുന്നില്ല. അപ്പോൾ ആ കൺവിൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് റസൂൽ എന്ത് ചെയ്യുന്നു, ആയത്തുകൾ ഇങ്ങനെ മനഃപ്പാടമാക്കിക്കൊണ്ടിരിക്കുക. എന്തിനാ? ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയെങ്കിലും ഇവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ആര് നോക്കുന്നത്? റസൂൽ നോക്കണം. റസൂൽ കണ്ടില്ലേ, ഞാൻ എന്ന് പറഞ്ഞാൽ വിളക്കിലേക്ക് എന്താണ് പറന്നുകൊണ്ടിരിക്കുന്ന ഈയാമ്പാറ്റകളെ തടുത്തു നിർത്തുന്നത് പോലെ നരകത്തിലേക്ക് യാത്ര ചെയ്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നരകത്തിൽ തടയാൻ വേണ്ടി വന്ന ഒരാളാന്ന് പറയുന്നുണ്ട്. ആ റോൾ റസൂൽ പറയുന്നുണ്ട്, മനോഹരമായിട്ടുള്ളത്. ഒരു വിളക്ക് കത്തി വെച്ചാൽ അതിൻ്റെ അടുത്തേക്ക് എങ്ങനെ ഈയാമ്പാറ്റകൾ ഇങ്ങനെ വന്നിട്ട് എങ്ങനെയാണ് കത്തി വീഴുക, അല്ലെങ്കിൽ ഒരു മെഴുതിലേക്ക് വന്ന് എങ്ങനെയാണ് നശിച്ചു പോവുക, അതിലേക്ക് വരുന്ന പോലെ നരകത്തിലേക്ക് ആളുകൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ റസൂലിനെ വന്നുകൊണ്ട് തടഞ്ഞ് പറഞ്ഞേക്ക്, നിങ്ങളോട് പോകല്ല, അത് നിങ്ങൾ ചെയ്യല്ല, അത് നരകത്തിലേക്കുള്ള വഴിയാണെന്ന് പറഞ്ഞുകൊണ്ട് തടയണ പണിയാണ് റസൂൽ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രവാചകൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ ആയത്തുകളൊക്കെ എത്രയും പെട്ടെന്ന് പഠിച്ചുണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ഇവർക്ക് ഒരു എക്സ്ട്രാ ആയത്ത് കൊടുക്കുക, ഇനിയും ആയത്തുകൾ കൊടുത്തുകൊണ്ടിരിക്കുക. എന്തിനാണ്? ഇവരെ എങ്ങനെയെങ്കിലും ആ നരകത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇതാണ് പ്രവാചകന്റെ ദൗത്യം എന്നുള്ളത്. അപ്പോൾ ഒരു ആയത്ത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആയത്ത് കിട്ടുമല്ലോ എന്ന അർത്ഥത്തിലാണ് ഈ വേഗം ആയത്തുകൾ എന്ത് ചെയ്യുന്നത്, റസൂലിനെ അങ്ങനെ പഠിക്കാൻ നോക്കുന്നത്. അപ്പോൾ ഹീസ് ഇൻ എ റഷ്. എന്തിനാണ്? ടു കൺവിൻസ് ദം ഇൻ സം വേ ഓർ ദി അതർ. എങ്ങനെയെങ്കിലും ഇവരെ മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ കൂടുതൽ ആയത്തുകൾ അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ വേണ്ടി റസൂലിനെ ഇങ്ങനെ തിരക്ക് പിടിക്കുക അല്ലേ? ആ തിരക്ക് പിടിക്കുന്ന ഇടയിലാണ് റസൂലുള്ളാഹിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നീ എന്താണ് പ്രവാചക, താങ്കൾ ധൃതി കൂട്ടല. അപ്പോൾ റസൂലുള്ളാഹിക്ക് അറിയാം എന്താണ് ഖിയാമത്ത് നാൾ അടുത്തിടുന്നുള്ളത്. ആൻഡ് ഈ യസ്അലു അയ്യാന യൗമുൽ ഖിയാമ, അവർ ചോദിക്കുകയാണ്, എവിടെ റസൂലെ നിങ്ങൾ, അല്ലെങ്കിൽ എവിടെ മുഹമ്മദ് നിങ്ങൾ ഈ പറയുന്ന യൗമുൽ ഖിയാമ എവിടെയാണ്? കാണിച്ചു കൊണ്ട. അപ്പോൾ
എത്ര ആയത്ത് കൊടുത്തിട്ടും അവർ കൺവിൻസ്ഡ് ആവുന്നില്ല, അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രവാചകന്റെ ഈ മറ്റേ ആയത്തുകൾ പഠിക്കാനുള്ള ഈ ധൃതി എന്നുള്ളത് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എന്താ വെച്ചാൽ, എത്ര ഡെസ്പറേറ്റ് ആണ് റസൂലുള്ള, എത്രമാത്രം അവർ അൺകൺസേൺഡ് ആകുമ്പോൾ, അതായത് സത്യനിഷേധികൾ എത്രമാത്രം അൺകൺസേൺഡ് ആണ് അബൌട്ട് ഈ ഭയാനകമായ ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള ആയത്തുകളിന് ഓതിയിരിക്കുമ്പോൾ അവർ അൺകൺസേൺഡാണ്. അതാണ് പ്രവാചകന്റെ ഏറ്റവും വലിയ വിഷമം. എന്താണ് ഇവർക്ക് ഇതിന് മനസ്സിലാവാത്തത്? ഞാൻ ഇത്ര ആയത്ത് കൊടുത്തിട്ട് ഇവരെന്താണിത്, ഇവർക്ക് ഇതിൻ്റെ ഇതിൻ്റെ പ്രാധാന്യം ഇവർ ഉൾക്കൊള്ളുന്നില്ലല്ലോ. ഈ നരകത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഭയാനകമായ അവസ്ഥയിൽ നിന്ന് അവരെ ഞാൻ തടഞ്ഞിടാൻ വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പാട് ചെയ്യണത്. അതെന്താ ഇവർക്ക് മനസ്സിലാക്കുന്നത്? ഈ ഒരു മനോഭാവത്തിലാണ് പ്രവാചകൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പറയാണ്, പ്രവാചകരെ ഡോണ്ട് റഷ്. ഓക്കെ, താങ്കൾ എത്ര ഇനി റഷ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം സുമ്മ ഇന്ന അലൈന ബയാന. അപ്പോൾ ഈ സംഗതികൾ വ്യക്തമാക്കി തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം, അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തമാണ്. താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ ഉത്തരവാദിത്വം അവർക്ക് എന്താണ്? ബല്ലിഗ റിസാല വ അദ്ദൽ അമാന. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച അമാനത്തുണ്ടല്ലോ, ഈ ഖുർആൻ അവർക്ക് എത്തിക്കുക. ഈ ഒരു ഉത്തരവാദിത്തം, ദൗത്യം മാത്രമേ പ്രവാചകരെ താങ്കൾക്കുള്ളൂ. താങ്കൾക്ക് ഇവരെ ഹിദായത്ത് കൊടുക്കാൻ പറ്റൂല. മനസ്സിലാവുന്നില്ലേ? അതുകൊണ്ട് മെസ്സേജ് വളരെ ക്ലിയർ ആണ്. അത് ഒരായത്ത് കൊടുത്താലും 10 ആയത്ത് കൊടുത്താലും മെസ്സേജ് ക്ലിയർ ആണ്. താങ്കൾ അവതരിപ്പിക്കപ്പെട്ട സംഗതികൾ തന്നെ വീണ്ടും പല രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോളൊന്നും കാര്യമില്ല. കാരണം എന്താ? ഖിയാമത്ത് നാളിലുള്ള മെസ്സേജ് ക്ലിയറാണ്. അതിന് നിങ്ങൾ വേറെ രൂപത്തോ 2 ആയത്തോ 3 ആയത്തോ എക്സ്ട്രാ കൊടുത്തിട്ട് ഇവരെ മനോഭാവത്തിൽ മാറ്റൊന്നും വരാൻ പോണില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇപ്പോൾ റസൂലുള്ളാഹിയുടെ ഒരു മനോഭാവം എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ലെറ്റ്സ് അസ്യൂം നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കുടുംബത്തിൽ തല മറക്കാത്തൊരു സഹോദരി ഉണ്ട് വെച്ചോളേ. നിങ്ങളുടെ സിസ്റ്ററാ അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിൻ്റെ മകളാ, 18, 20, 22 വയസ്സായ ഒരു കുട്ടി, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, 24, 25 വയസ്സായ ഒരു പെൺകുട്ടി ഉണ്ട്. തീരെ തല മറക്കൂല. പക്ഷെ നല്ല പെൺകുട്ടിയാണ്, നല്ല സ്വഭാവമാണ്, നല്ല സൽസ്വഭാവമാണെന്ന് കുഴപ്പമില്ല. പക്ഷേ തല മറക്കുന്നതിൻ്റെ പ്രാധാന്യം ആ കുട്ടിക്കാണ് മനസ്സിലാവില്ല. അവളെ ആയിരുന്നതൊന്നും കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ പോയാലും വലിയ പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു കുട്ടിയാണെന്ന് വെച്ചോളൂ. നിങ്ങൾ ആ കുട്ടീനെ ദീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എത്ര ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. കാരണം എന്താ, ഞാൻ പറഞ്ഞില്ല, നല്ല കുട്ടിയാണ്, ധിക്കരിക്കുന്ന കുട്ടിയല്ല, നല്ല സ്നേഹമുള്ള കുട്ടിയാണ്, നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്. പക്ഷേ ഈ തല മറക്കുന്നില്ല. അത് നിങ്ങളുടെ വലിയൊരു സങ്കടമാണ്. ഇത്ര നല്ലൊരു മോളായിട്ട് എന്താ ഓളിങ്ങനെ ചെയ്യണത്? നരകത്തിലേക്കല്ല റബ്ബി പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ എങ്ങനെ ഓളെങ്ങനെ വിടുക? അങ്ങനെ ഉണ്ടാവില്ല നമുക്ക്. ആ സമയത്ത് ധിക്കാരൊക്കെ ആണെങ്കിൽ നമ്മോടൊക്കെ ബാക്ക് ആൻസർ ചെയ്യുന്ന ഒരു പറഞ്ഞേക്കാത്ത കുട്ടികൾ പോയി പണിയൊക്കെ വെക്കും നമ്മൾ. പക്ഷേ നമ്മളോട് അത്രയും സ്നേഹം കാണിക്കുന്ന ഒരു കുട്ടിയാകുമ്പോൾ നിങ്ങൾ ജ്യേഷ്ഠത്തിൻ്റെ മോൾ, അല്ലെങ്കിൽ നിങ്ങൾ അഞ്ചത്തി ആവട്ടെ, അല്ലെങ്കിൽ ആങ്ങളുടെ മോളാവട്ടെ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ മോളാവട്ടെ, ആളാവട്ടെ, നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ഒരു പെൺകുട്ടി, ആ കുട്ടിയോട് നിങ്ങൾ പറയുമ്പോൾ എന്താ ചെയ്യുക? നിങ്ങൾ ആദ്യം കുട്ടിക്ക് എന്താ ചെയ്യുക? ഖുർആൻ്റെ ആയത്ത് പറഞ്ഞു കൊടുക്കും അല്ലേ? എന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വന്നപ്പോൾ ഈ ഒരു ആയത്ത് ഇങ്ങനെ നിങ്ങളെ മറ്റേ മൂടുപട താഴത്തേക്ക് ഇറക്കി എന്നുള്ള ആയത്ത് വന്നപ്പോൾ അന്നത്തെ സഹാബത്തുകൾ, സ്ത്രീകൾ ഇത് കേട്ട പാടനെ അള്ളാഹു ഇങ്ങനെ പറഞ്ഞപ്പോൾ പേടിച്ചു കൊണ്ട് തലാണമൊക്കെ കീറിയിട്ടാണ് അവർ മറിച്ചതൊക്കെ തലമറിച്ചതൊക്കെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ടും ഈ കുട്ടി കൺവിൻസ് നിങ്ങൾ എന്താ ചെയ്യുക? പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും വല്ല ആയത്തുണ്ടാ, വല്ല ഹദീസ് ഉണ്ടാ, വല്ല ചരിത്രമുണ്ടാ, ആരുടെയെങ്കിലും വല്ല എന്താണ് വല്ലാതെ ആഴത്തിലേക്ക് ഇറങ്ങി ഹൃദയസ്പർശിയായിട്ടുള്ള വല്ല വർത്തമാനങ്ങളോ അല്ലെങ്കിൽ വല്ല പ്രഭാഷണങ്ങളോ ഉണ്ടോ എന്ന് അന്വേഷിച്ച് എങ്ങനെയും ഇവിടെ കേൾപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കും. ഇനി നിങ്ങൾ കേട്ടില്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ഏതെങ്കിലും പണ്ഡിതനെ വിളിച്ചിട്ട് അല്ല ഉസ്താദെ, നിങ്ങളടുത്ത് ഇതിനെ പറ്റിയുള്ള ആയത്തുണ്ടാ, ഒരു ഹദീസ് തരുമോ, എൻ്റെ കുടുംബത്തിലെ കുട്ടിയുണ്ട്, അവൾക്ക് കേൾപ്പിക്കാനാണ്. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യൂലേ? സ്വാഭാവികമായും ചെയ്യല്ലേ ഇതൊക്കെ എന്താ ചെയ്യുക? നിങ്ങൾ എന്താണ് അത്ര അധികം പെയിൻ എടുക്കുന്നത്, ഇത്ര സ്ട്രെസ് എടുക്കുന്നത്? നിങ്ങൾ ഓരോരുത്തരെ വിളിച്ചിട്ട് ആയത്തുണ്ടാ, ഹദീസ് ഉണ്ടാ, നിങ്ങൾ തപ്പി നോക്കുന്നു, പുസ്തകം വായിച്ചു നോക്കുന്നു, എവിടെയാണ് ഈ സംഗതി പറഞ്ഞത്, ഏത് സംഗതി പറഞ്ഞാൽ ഇവൾ കൺവിൻസ്ഡ് ആവുക എന്ന ഒരു ബേജാറുകൾ മനസ്സിലുണ്ടാവില്ലേ? കാരണം നിങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാവുമ്പോൾ സ്നേഹത്തിൻ്റെ പുറത്ത് ഉണ്ടാവില്ലേ? അതുപോലത്തെ അവസ്ഥ നിങ്ങൾ റസൂലുള്ളാഹിക്ക് എത്തി. റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന് അത്രയും ഇഷ്ടമാണ്, അത്രയും സ്നേഹിക്കുന്ന. അല്ല റസൂലിനെ കുറിച്ച് ഖുർആൻ എന്താണ് വളരെയധികം സൗമ്യ മനസ്സായത് കൊണ്ടാണ് ഈ ആളുകളൊക്കെ താങ്കളുടെ ചുറ്റുഭാഗമുള്ളത്. താങ്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഇവർ പോകുമായിരുന്നു. അപ്പം അത്ര ഇഷ്ട റസൂലിന് എല്ലാവർക്കും.
റസൂലുള്ള എവിടെയാണോ ഒരു കാല് വെച്ചത് അവിടെ തന്നെ പുറകിൽ നിന്നുള്ള വരുന്ന സഹായിമാർ അവിടെയും കാല് വെക്കും. റസൂൽ എവിടെ ഇരുന്നത് അവിടെ പോയിട്ട് അവിടെ പോയിരിക്കും എന്നുള്ളതാണ്. അത്ര ഇഷ്ടം റസൂലിനെ. അപ്പൊ ആ ഒരു പ്രവാചകൻ ഈ ആളുകൾ നരകത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ എങ്ങനെയെങ്കിലും പടച്ചോനെ അവരിങ്ങോട്ട് വന്ന് കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള ആയത്തുകളെ വേഗം വേഗം ഇങ്ങോട്ട് പഠിച്ചിട്ട് ഇവർക്ക് കൊടുക്കാൻ നോക്കുക. ആ ധൃതി കണ്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പ്രവാചകരെ താങ്കൾ തിരക്കൂട്ടല്ല, ഡോണ്ട് ചെയ്ത് കാര്യമില്ല. കാരണം എന്താ വെച്ചിട്ട് അറിയോ, ഇത് മറ്റേ ലാ തുഹർരിക് ബിഹി ലിസാനിക തഅജല ബിഹി, ധൃതി കൂട്ടിങ്ങനെ ആക്കണ്ട. ഇന്ന അലൈനാ ജമഅഹു വ ഖുർആന, അത് എൻ്റെ ഉത്തരവാദിത്തമാണത്. അത് ഓർമ്മിച്ച് തരേണ്ടതും വായിപ്പിക്കേണ്ടതും നമ്മുടെ ചുമതലയാകുന്നു. അത് റസൂലുള്ളാഹിക്ക് പോലും റസൂലുള്ളാഹിയുടെ മനസ്സിൽ തിരുത്തി കൊടുക്കേണ്ടതും റസൂലുള്ള അത് ഓർക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഓർത്ത് വരേണ്ടതും ഈ വക പണിക്ക് ആരുടെ ഉത്തരവാദിത്തം? അള്ളാഹുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇദാ ഖറഅനാഹു ഫത്തബി ഖുർആന, എന്നാൽ അതിനാൽ നാം അത് വായിച്ചു തരുമ്പോൾ നീ ശ്രദ്ധ കൊണ്ട് അത് ശ്രദ്ധിക്കുക. ഡോണ്ട് ബി ഇൻ എ ഹേസ്റ്റ്. അത് മാത്രമല്ല സുമ്മ ഇന്ന അലൈന ബയാന, പിന്നെ അതിൻ്റെ താല്പര്യം വിശദീകരിക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? അള്ളാഹിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ ഒരു സമൂഹം താങ്കളുടെ സന്ദേശത്തെ ഉൾക്കൊള്ളുന്നില്ല എന്നതുകൊണ്ട് താങ്കൾ പ്രയാസപ്പെടണ്ട. കാരണം താങ്കൾ പ്രയാസപ്പെട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഈ ജനങ്ങളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരുന്ന ബാഹ്യ ഉത്തരവാദിത്തം ആരാണ്? അത് എൻ്റെ ഉത്തരവാദിത്തം. അതുകൊണ്ട് വഹി വരുമ്പോൾ ആ വഹിയെ എന്താണ് ശ്രദ്ധാപൂർവം കേൾക്കുക, തിരക്ക് കൂട്ടാതിരിക്കുക, അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തേക്ക് വരികയാണ്. അപ്പോൾ ഒരാളെ നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് ഒരാളെ പഠിപ്പിക്കാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ തല മറക്കുന്ന വിഷയത്തിൽ പഠിപ്പിക്കാൻ നോക്കുമ്പോൾ ഇത് എത്ര പറഞ്ഞിട്ടും ആൾക്ക് ഉൾക്കൊള്ളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കാത്തി ബേജാറാകേണ്ടതില്ല. അത് അങ്ങനെയല്ല അതിൻ്റെ പ്രവർത്തനം. കാരണം എന്താ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ, സന്ദേശം എത്തിക്കുക. അത് ഉൾക്കൊണ്ടിട്ട് സ്വന്തം സ്വഭാവത്തിൽ മാറ്റം വരുത്തേണ്ട ഉത്തരവാദിത്വം ഓരോ വ്യക്തികൾക്കാണ്. നാളെ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ സംഗതിയുള്ളൂ. എന്താണ്? നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ എല്ലാവരും വിളിക്കപ്പെട്ടിട്ടാണ് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇന്നാൾ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു എന്ന് പറയാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി എൻ്റെ കുടുംബത്തിലെ ഇങ്ങനത്തെ ഓരോ സംഗതികൾ കാണുമ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുക എന്ന ഉത്തരവാദിത്തം നമ്മൾ ചെയ്യണം. ഇപ്പം എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് തല മറക്കാത്തവർ. ഞാനൊക്കെ അവർക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ചെയ്യണത് ശരിയല്ല, ഇതാണ് സംഭവം, ഇനി നിങ്ങൾ ചെയ്താലില്ലെങ്കിലും എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. നമ്മൾ അവരെ കൊണ്ടുപോയിട്ട് സ്വർഗത്തിലേക്കാണ് കയറ്റി കൊടുക്കുന്ന ഉത്തരവാദിത്തം നമുക്കുള്ളതല്ല. നമുക്കെന്താണ് സംഗതി പറഞ്ഞു കൊടുക്കുക, അവർക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞാൽ തവക്കൽത്തുള്ള പടച്ചോനെ നീ സ്വീകരിക്കണേ, നിന്റെ ഒരു വലിയ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രവർത്തനം ചെയ്തിട്ടുള്ളത്, ഇത് എൻ്റെ ഒരു സ്വാലിഹായ അമലിനെ സ്വീകരിക്കുക എന്ന പ്രാർത്ഥന വേണം കേട്ടോ. നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥനയും വേണം. നമ്മൾ ഓരോ നന്മകൾ ചെയ്യുമ്പോൾ പടച്ചോനെ അല്ലാഹു തഖബ്ബൽ മിന്നാ, പടച്ചോനെ നീ എനിക്ക് സ്വീകരിക്കണേ, ഞാൻ ഇന്ന സംഗതി ചെയ്തൊക്കെ നിന്റെ വലിയ ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. ഞാൻ ഇന്ന ആൾക്ക് കുറച്ച് ഇതീം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന സംഗതി പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അല്ലാഹു തഖബ്ബൽ മിന്നാ, പടച്ചോനെ സ്വീകരിക്കണേ. നാളെ പരലോകത്തേക്ക് വരുമ്പോൾ ഞാൻ ഈ ചെയ്ത പ്രവർത്തിയൊക്കെ എൻ്റെ കിതാബിൽ ഉണ്ടാവണേ, എൻ്റെ അമലിൻ്റെ കിതാബിൽ ഇത് രേഖപ്പെട്ടിട്ടുണ്ടാവണേ എന്ന പ്രാർത്ഥന കൂടി നമുക്ക് വേണം. വെറും പറഞ്ഞെടുത്താൽ മാത്രം പോരാ കേട്ടാ. അപ്പോൾ മക്കളെ നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി പഠിപ്പിച്ചാൽ മാത്രം പോരാ. മോനെ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അത്തഹിയാത്ത് ഇതൊന്നും പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ. അത് കഴിഞ്ഞാൽ റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയത്തി എന്നുള്ള പ്രാർത്ഥനയും നമ്മൾ ചെല്ലണം. പടച്ചോനെ നീ എന്നെയും എൻ്റെ സന്തതികളെയും മുറപ്രകാരം നമസ്കരിക്കുന്നവരാക്കണമേ എന്നുള്ള പ്രാർത്ഥന കൂടി ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അമലുകൾ മാത്രം പോലെ, അമലുകൾ മാത്രമാകുമ്പോൾ അത് ഇൻകംപ്ലീറ്റ് ആണ്. അമല് ചെയ്യണം, പ്രാർത്ഥിക്കണം, പിന്നെ തവക്കുൽ ചെയ്യണം. അതുകൊണ്ട് തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്താണ് അമല് ചെയ്യണം, ആ അമല് സ്വീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, എന്നിട്ട് തവക്കുൽ ചെയ്യണം. നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുത്ത് എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് പടച്ചോനെ നിലവിൽ കാണിച്ചു കൊടുക്കുക, ഇനി തവക്കൽ അല്ലാഹ് റബ്ബേ എൻ്റെ കടമയും കഴിഞ്ഞു, ഇനി ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ അള്ളാഹ് നിന്നെ ഏൽപ്പിച്ചു. അതും കൂടി നമ്മൾ വേണ്ടതുണ്ട്. നമ്മൾ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സ മാത്രം പോരാ, മരുന്ന് കഴിച്ചാൽ മാത്രം പോരാ, അത് കഴിഞ്ഞാൽ തവക്കലും കൂടി വേണോ? മനോഹരമായ ഒരു സംഗതി ഉണ്ട്. മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിന് വയറിൻ്റെ ചെറിയൊരു പ്രയാസം വന്നപ്പോൾ പടച്ചോനോട് പറഞ്ഞു, പടച്ചോനെ വയറ് വേദന ഉണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ കാണുന്ന ഇല പോയിട്ട് കഴിച്ചോ പറഞ്ഞു. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം പോയിട്ട് ഇല കൃത്യ ചവച്ച് കഴിച്ചപ്പോൾ അതോടുകൂടിയിട്ട് അസുഖം ഭേദമായി. പിന്നൊരവസരത്തിൽ ഇതുപോലെ വീണ്ടും വയറ് വന്നപ്പോൾ മൂസ അലൈഹി ഇസ്ലാം നേരെ പോയിട്ട് ആ മരത്തിൽ പോയിട്ട് വീണ്ടും ഇല
എടുത്ത് കഴിച്ചു. പക്ഷെ വയറുവേദന മാറുന്നില്ല. അപ്പൊ അള്ളാടെ ചോദിച്ച്, അപ്പൊ അള്ള പറഞ്ഞു, ആദ്യം എനിക്ക് വയറുവേദന വന്നപ്പോ നീ എന്നെ ഓർത്ത്, രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോ നീ എന്നെ ഓർത്ത് നീ മാളെ പോയത്, ഷിഫ തന്നെ ഞാനാകണം, അതല്ലാന്ന്. മനസ്സിലായ? ഷിഫ തരുന്നത് ഞാനാണ്, അല്ലാതെ ആ മരത്തിലെ ഇലയല്ലാന്ന്. അതെ. അപ്പൊ നമ്മള് മറ്റേ മരുന്ന് കഴിക്കുമ്പോഴും എന്ത് വേണമെന്ന് പറഞ്ഞാല്, ഈ മരുന്നല്ല എൻ്റെ അസുഖം സുഖപ്പെടുത്തുന്നത്, പക്ഷേ അതിന്റെ ബാക്കില് എന്താ, അള്ളാഹുവാണ് ഷാഫി, അവനാണ് അസുഖം ഭേദപ്പെടുത്തുന്നത്. ആ ഒരു ബോധത്തോട് വേണം ബിസ്മില്ലി കൊണ്ട് മരുന്ന് കഴിക്കാന്. അതില്ലാതെ വെറുതെ മരുന്ന് കഴിച്ചോണ്ടെന്ന് എന്താണ്, അസുഖം ഭേദമാണില്ല. അപ്പൊ ആ ഒരു സംഗതികൾ നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോ എന്താണ്, കൂടുതൽ ഖുർആന്റെ ആയത്തുകൾ ലഭിക്കാത്തതല്ല ആളുകൾ ഇസ്ലാമിലേക്ക് വരാത്തതിന്, അല്ലെങ്കിൽ സത്യദീന് അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്തതിന്റെ കുഴപ്പം. ഇവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റിമാർക്കബിൾ സ്റ്റേറ്റ്മെന്റ്, കല്ലാബൽ തുഹിബ്ബൂനൽ ആജില. എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും, ആളുകൾക്കും റഷ് ചെയ്യാനാണ് ഇഷ്ടം, പെട്ടെന്ന് നടക്കുന്ന സംഗതി ഇഷ്ടം. ഈ സെയിം വാചകമാണ് പ്രവാചകമല്ല തുഹർരിക് ബിഹി ലിസാനിക ലിതഅജല ബിഹി. അപ്പോൾ രണ്ട് സബ്ജക്റ്റ് ഇവിടെ അള്ളാഹു എന്ത് ചെയ്യാണ്, ഇവിടെ സ്വിച്ച് ചെയ്യാണ്. അതായത് ഒന്ന്, തിരക്കൂട്ടണ്ട, ആളുകൾക്ക് തിരക്കൂട്ടണ ഇഷ്ടം, പ്രവാചകൻ താങ്കൾ തിരക്കൂട്ടണ്ട. ഈ മുഫസ്സിറുകൾ ഈ ആയത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞ വെച്ചാൽ അറിയോ, ലവ് ടു റഷ് മീൻസ് ലവ് തിങ്സ് ദാറ്റ് കം സോ ക്വിക്ലി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെങ്കിൽ ഓർമ്മയുണ്ട ഒരു ഉദാഹരണം, കൊടൈക്കനാലെ ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ട? പെട്ടെന്ന് വരുന്ന സംഗതിക്കാണ് എന്ത് മനുഷ്യന്മാർക്ക് അത് ഇഷ്ടം എന്നുള്ളത് പറഞ്ഞവർക്ക് ഓർമ്മയുണ്ട? ഓർക്കുന്നുണ്ടായില്ലേ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആളോട് പറഞ്ഞ സംഗതി പറഞ്ഞാല്, നിങ്ങൾക്ക് ഈ ഇഹലോകമാണ് ഇഷ്ടം, പക്ഷെ അള്ളാഹു പറയാൻ, അള്ളാഹ്ക്ക് വേണമെങ്കിൽ വളരെ എളുപ്പത്തിൽ പറയാമായിരുന്നു എന്ത്, ദുനിയ എന്ന് പറയാൻ. പക്ഷേ ദുനിയാക്ക് പകരം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അറിയോ, ആജില എന്ന് പറഞ്ഞത്. അതായത് തിങ് ദാറ്റ് കംസ് ക്വിക്ലി. നിങ്ങൾക്ക് ദുനിയാവാണ് ഇഷ്ടമെന്ന് പറഞ്ഞതിന് പകരം അള്ളാഹു പറഞ്ഞത് ആജില എന്നാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്ന കാര്യങ്ങളാണ് ഇഷ്ടമെന്ന്. ഓക്കെ. അപ്പോൾ ഈ ഖുർആൻ പറഞ്ഞത് എന്ന് വെച്ചാൽ, ആളുകൾ പ്രവാചകനോട് ഡിഫൈൻസ് കാണിക്കുമ്പോൾ, ധിക്കാരം കാണിക്കുമ്പോൾ, അപ്പോൾ എപ്പോഴാണ് നിന്റെ ഈ ഖിയാമത്ത് നാൾ വരുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഖുർആൻ അതിനെ വിശദീകരിക്കുന്നത് യസ്തഅജിലൂനക ബിൽ അദാബ്. എന്താണത്? അതായത് നിങ്ങൾ തിരക്ക് കൂട്ടുന്നത് വാസ്തവത്തിൽ അദാബ് വരുന്നതിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ ഒരു വല്ലാത്തൊരു എന്താണ് പറയുക, ഒരു കോൺട്രഡിക്ഷൻ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, എന്താ പറയാ, വിരോധാഭാസം എന്ന് പറയാം. അതായത് തിരക്ക് കൂട്ടുകയാണ് ആര്, എപ്പോഴാണ് ഇതിൻ്റെ ഖിയാമത്ത് നാൾ വരിക, എപ്പോഴാണ് ഖിയാമത്ത് നാൾ വരിക എന്നുള്ളത്. ഈ എപ്പോഴാ ഖിയാമത്ത് നാൾ വരിക എന്നുള്ളത് ഒരാൾ ചോദിക്കുമ്പോൾ അർത്ഥം എന്താ അറിയോ, എൻ്റെ ശിക്ഷ എപ്പോഴാണ് വരിക എന്നാണ് അർത്ഥം. അതിൻ്റെ മറ്റൊരു അർത്ഥതാണല്ലോ. ഇവർ കളിയാക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത്, പ്രവാചകരെ താങ്കൾ പറയുന്ന ഭയാനകമായ ദിവസം, അല്ലെങ്കിൽ എല്ലാം സംഭവിക്കും, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെയൊക്കെ ആവുന്ന ദിവസം, നമ്മളിങ്ങനെയൊക്കെ കണക്ക് കൊടുക്കേണ്ട ദിവസം എന്നാ വരിക എന്നുള്ളതാണ്. പക്ഷെ ആ ചോദ്യത്തിൽ കൂടെ വാസ്തവത്തിൽ അവർ ചോദിച്ച് എരന്ന് വാങ്ങണത് എന്താ അറിയോ, അദാബാണ്. ഖിയാമത്ത് നാൾ വെറും ഒരു 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 ഇവന്റ് മാത്രമല്ല, ആ ഇവന്റിന്റെ കൂടെ ചില റിസൾട്ടും വരുന്നുണ്ട്. എന്താണ്? യു വിൽ ബി ജഡ്ജ്ഡ്, ആൻഡ് മാത്രമല്ല നിങ്ങൾക്ക് നരകത്തിലേക്കുള്ള വഴി കൂടിയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിഫൈൻഡ്, അല്ലെങ്കിൽ പ്രവാചകനോട് ഇത്തരത്തിലുള്ള ഡിഫൈൻസ് കാണിക്കുമ്പോൾ അവർ വാസ്തവത്തിൽ സ്വന്തത്തെ തന്നെ നരകത്തിലേക്ക് അവർ തന്നെ ഉന്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണെന്നുള്ളത്. ഓക്കെ. ഇവിടെ റസൂലുള്ളാഹിയുടെ കോൺട്രാസ്റ്റ് നോക്കണം. റസൂലുള്ളാഹിയുടെ അർജൻസി എന്താ ഇവിടെ? റസൂലുള്ള ഇവിടെ ധൃതി കൂട്ട് എന്തിനാ എന്തിനാണോ പ്രവാചകൻ ഇവിടെ ധൃതി കൂട്ട എന്തിനാ? ആയത്തുകൾ വേഗം മനപ്പാടാക്കാൻ. എന്തിന്? ഇവരെ എങ്ങനെയെങ്കിലും നരകത്തിന് രക്ഷപ്പെടുത്താൻ, അല്ലെ? പ്രവാചകൻ ആയത്തുകൾ കൂടുതൽ ചോദിക്കുന്നത് എങ്ങനെയെങ്കിലും ഇവരെ കൺവിൻസ് ചെയ്തുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് റസൂലിന്റെ ശ്രമം. അവരെ ശ്രമം എന്താ? തിരക്ക് കൂട്ടിക്കൊണ്ട്, അവരും തിരക്കൂട്ടുണ്ട്, പ്രവാചകൻ തിരക്കൂട്ടുണ്ട്, ഇവിടെ നിഷേധികളും തിരക്കൂട്ടുണ്ട്. ഒരു ഭാഗത്ത് പ്രവാചകൻ തിരക്ക് കൂട്ടുന്നത് എന്തിനാണ്? ഇവരെ നരകത്തെ രക്ഷപ്പെടുത്താന്. അവര് തിരക്കൂട്ടെന്തിനാണ്? നരകത്തിലേക്ക് പോവാന്. ആ വിരോധാഭാസം ഉണ്ട് രണ്ടിന്റെ. അത് വളരെ മനോഹരമായിട്ടാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ അവരെ മരണത്തെ കുറിച്ചിട്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഖിയാമത്ത് നാളെ കുറിച്ച് ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞ സംഭവം എന്താണ്? അവരെ മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്, ആഖിറത്തിനെ കുറിച്ചല്ല. കാരണം എന്താ?
ആഖിറത്തിനേക്കാൾ മുമ്പ് വരുന്നതാണ് ഇവരെ മരണം. ഒരു മനുഷ്യന്റെ മരണമാണ് ആഖിറത്തിനേക്കാൾ മുമ്പ് വരിക. അപ്പോൾ ആ മരണത്തെങ്കിലും നിങ്ങൾ ഓർക്കുക എന്നാണ് എന്ത് ചെയ്യണത് ആ ആയത്തുകളിൽ പറഞ്ഞു വെക്കുന്നത്, അല്ലേ? ആൻഡ് അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾ ചോദിച്ചു വാങ്ങണല്ലോ എവിടെയാണ് ഈ ഖിയാമത്ത് നാൾ, എവിടെ ഖിയാമത്ത് ചോദിക്കണല്ലോ. പക്ഷെ ആ ഖിയാമത്ത് നാളിന് മുമ്പ് വരുന്ന ഒരു മരണം വന്നാൽ നിങ്ങൾ ആ മരണത്തെ പരമാവധി എന്ത് ചെയ്യുക, വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ചോദിച്ചതിൻ്റെ നേരെ വിപരീതമാണ് നിങ്ങൾ പറയുക. നിങ്ങൾ ഡിലേ ചെയ്യാനാണ് ആഗ്രഹിക്കുക, അല്ലേ? അപ്പോൾ ആ സമയത്ത് എന്താണ്, നിങ്ങൾ ആർക്കും ഒരു തിരക്കില്ല. ഇത്രയും നേരം തിരക്ക് കൂട്ടിയ ആളുകൾ എപ്പോഴാണ് ഈ ഖിയാമത്ത് നാൾ വരുന്നത്, തിരക്ക് കൂട്ടിയ ആളുകൾക്ക് ഇനി ഒരു തിരക്കുമില്ല. കാരണം എന്താ, ഖിയാമത്ത് നാളിന് മുമ്പ് വരേണ്ട മരണം മുമ്പേ കണ്ടപ്പോൾ ഇപ്പം തിരക്കില്ല. ആ സമയത്ത് എന്താ ചോദിക്കും, വക്കീല മൻ റാക്ക്, എന്താണത്, ആരാണ് റാക്കുള്ളത്, അല്ലെങ്കിൽ ആരാണ് ചികിത്സിക്കാനുള്ളത്, എന്നെ ഒന്ന് വേഗം സുഖപ്പെടുത്തിക്കൊണ്ട, ഞാൻ പെട്ട് കിടക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടാ? അപ്പോൾ ഒരു ഭാഗത്ത് പ്രവാചകന്റെ കൺസേൺ ഫോർ ദീസ് പീപ്പിൾ, ഈ ആളുകൾക്ക്, മറ്റു ഭാഗത്ത് ഈ ആളുകൾ തിരക്ക് കൂട്ടിക്കൊണ്ട് ഖിയാമത്ത് നാളിനെ വിളിച്ചു വരുത്തുന്നു. വാസ്തവത്തിൽ ആ സംഗതി വന്നു കഴിഞ്ഞാലോ ഇവർ അതിനെ വേണ്ട എന്ന് വെച്ചിട്ട് അതിന് വിദൂരത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ രണ്ട് കോൺട്രാസ്റ്റ് ഇവിടെ ഈ ആയത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയാണ്, പ്രവാചകരെ താങ്കൾ ഇവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു വേലാതി കാണിച്ചിട്ട് കാര്യമില്ല. മെസ്സേജ് ക്ലിയർ ആണ്. ഇവർക്ക് രക്ഷപ്പെടണോ വേണ്ടേ എന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രവാചകരെ, താങ്കളുടെ റെസ്പോൺസിബിലിറ്റി അല്ല. മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് പറഞ്ഞത്? മനസ്സിലായ? എനി ഡൗട്ട്? എനി ഡൗട്ട്? ഓക്കെ, അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ട്രാൻസിഷൻ ഇൻ ദ ഖുർആൻ. ഖുർആനിലെ ട്രാൻസിഷനിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. എന്താണ് ഈ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ? ഇത് കുറച്ച് എന്താ പറയുക, ഡീപ്പായിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ ഞാൻ ക്യാമറ ഓണാക്കി വെക്കാൻ പറഞ്ഞത്. കാരണം നിങ്ങളുടെ മുഖം കണ്ട മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ എന്താ നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത്. അതായത് ഇതിപ്പോൾ പറഞ്ഞാലിപ്പോൾ നിന്ന് തീരുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം. എനിവേ ഓക്കെ, ഒരു കഷ്ടി അരമണിക്കൂറുണ്ട്, എടുക്കാം. ഓക്കെ, ട്രാൻസിഷൻ, ഇൽത്തിഫാത്ത് എന്ന് പറയും. ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ലുക്ക് അറ്റ് ദിസ്, സൂറത്തുൽ ഹുജറാത്ത് 49 സൂറത്ത് എടുക്കുക നിങ്ങൾ. സൂറത്തുൽ ഹുജറാത്ത് 49 സൂറത്ത്, 49. നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ ഐപാഡിലോ ഈ സാധനം ഒന്ന് സേവ് ചെയ്ത് വെക്കുക. കാണുന്നു ചേർത്ത് കണ്ടാ, ഇത് മറ്റേ തഫീമാണിത്. തഫീം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ആയത്ത്, ഖുർആൻ്റെ നമ്പർ ക്രമമുണ്ട് ഇവിടെ. ആ ക്രമത്തിൽ പോയി തൊട്ട് കഴിഞ്ഞാൽ ആയത്ത് മൊത്തം കാണാം. അൽ ഹുജറാത്ത് പോയാൽ പിന്നെ മൊത്തം ഈ രൂപത്തിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. കണ്ട, പിന്നെ ഈ രൂപത്തിലാണ് കാണുക. കണ്ട, ഓരോ ആയത്തുകൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാനും എളുപ്പമാണ്, മുസാഫിനെ കാട്ടി എളുപ്പമാണ്. ഓക്കെ, ഉസ്താദ് അത് ഏത് ലിങ്ക്, ഏത് ആപ്പ് അത്? ഇത് തഫീമുൽ ഖുർആൻ. ഓക്കെ. പ്ലേ സ്റ്റോറിലും അതുപോലെ ആപ്പ് സ്റ്റോറിലൊക്കെ ഉണ്ട് കേട്ടാ. അപ്പോൾ തഫീമുൽ ഖുർആനിലെ ഐ തിങ്ക് 9ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. യെസ്, ഓക്കെ. وإن طائفتان من المؤمنين اقتتلوا فأصلحوا بينهما فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى تفيء إلى أمر الله فإن فاءت فأصلحوا بينهما بالعدل وأقسطوا إن الله يحب المقسطين. ഇതാണ് ആയത്ത്. സത്യവിശ്വാസിയിൽ നിന്നുള്ള രണ്ട് കക്ഷികൾ, ശ്രദ്ധിച്ച് കേൾക്കട്ടാ, കുറച്ച് പ്രശ്നം കൂടി ആയത്താണത്, ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ചോദിക്കണ്ട. സത്യവിശ്വാസികൾപ്പെട്ട രണ്ടാളുകൾ പരസ്പരം കലഹിക്കാനിടയായാൽ, അതായത് രണ്ട് സത്യവിശ്വാസികൾ എ ആൻഡ് ബി, ഓക്കെ, എ ആൻഡ് ബി. ഇനി അതല്ല നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ പറയാം, ഒരാൾ കോയ, മറ്റാൾ മൂസ, കോയ ആൻഡ് മൂസ. ഓക്കെ, ഇനി വേറെയുള്ള പേര് വെച്ചോളി നിങ്ങൾ ആരിലും കോയ മൂസ എന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഞാൻ ആർക്കും വിഷമം ഉണ്ടാച്ചിട്ട്. ഒരു കോയ ഉണ്ട്, ഒരു മൂസ ഉണ്ട്, രണ്ടും വിശ്വാസികളാണ്. അവർ തമ്മിൽ കലഹിക്കാനിടയായാൽ അവർക്കിടയിൽ ഒത്തുതീർപ്പുണ്ടാക്കുവിൻ. ഫസ്ലിഹു ബൈനഹുമ. അപ്പോൾ കോയയും മൂസയും തമ്മിൽ പ്രശ്നം ഉണ്ടായി വന്നാൽ കോയയുടെയും മൂസയുടെയും ഇടയിൽ ആ പ്രശ്നം പരിഹരിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്?
സത്യവിശ്വാസികളുടെ ഉത്തരവാദിത്തമാണ്. അവരിൽ ഒരു കക്ഷി മറു കക്ഷിയോട് അതിക്രമം ചെയ്യുന്നുവെങ്കിൽ അതിക്രമം ചെയ്യുന്നവരോട് പടവെട്ടുവിൻ. എന്താണ് അർത്ഥം? അതായത് മൂസ കോയനെ ദ്രോഹിച്ചാല് നിങ്ങൾ ആ മൂസനെ എന്ത് ചെയ്യണം? മൂസയ്ക്ക് എതിരെ നിങ്ങൾ പ്രവർത്തിക്കണം. ഓക്കെ. അവർ അള്ളാഹുവിൻ്റെ വിധിയിലേക്ക് തിരിച്ചു വരുന്നത് വരെ എന്ന് പറഞ്ഞാൽ പരസ്പരം അവർ വിട്ടുവീഴ്ച ചെയ്ത് പാപമോചനം തേടി അവരതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് അത് സുൽഹാക്കുന്നത് വരെ, അവർ അള്ളാഹുവിൻ്റെ വിധിയിലേക്ക് തിരിച്ചു വരുന്നവരെ. അങ്ങനെ തിരിച്ചു വന്നാൽ അവർക്കിടയിൽ നീതിപൂർവം ഒത്തുതീർപ്പുണ്ടാക്കുവിൻ, നീതി പാലിക്കുകയും നിശ്ചയം അള്ളാഹു നീതിമാന്മാരെ സ്നേഹിക്കുന്നു. അപ്പോൾ രണ്ട് കൂട്ടർ ഒക്കെ ഇവിടെ കലഹിച്ചാൽ അവർ രണ്ടിടയിൽ എന്ത് വേണം? നിങ്ങൾ പരസ്പരം സുൽഹാക്കണം. ഓക്കെ. അസ്ലിഹു ബൈനഹുമ. ആൻഡ് രണ്ട് കൂട്ടർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് വേണം? ഈ രണ്ട് കൂട്ടരുടെയിൽ എന്ത് ചെയ്യണം? പ്രശ്നം സുൽഹ് ആക്കണം. ഫഇൻ ബഗത് ഇഹ്ദാഹുമ അലൽ ഉഖ്റ. ഓക്കെ. ഒരാൾ മറ്റൊരാളുടെ മേല്, അതായത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള, പിന്നെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഗതികൾ എന്ത് വേണം? ഒരാൾ വന്നിട്ട് ഒരു നെഗോഷിയേറ്റർ വേണം. എന്നിട്ട് രണ്ട് കൂട്ടരെയും വിളിക്കുക, അല്ലേ? എന്നിട്ട് അവർക്കിടയിൽ എന്ത് ചെയ്യുക? സുൽഹാക്കുകയും അവർ രണ്ട് കൂട്ടരും കൈ കോർത്ത് കെട്ടിപ്പിടിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആലിംഗനം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇടയിൽ എന്ത് ചെയ്യണം? സോൾവ് ആക്കണം. ഈ രണ്ട് കൂട്ടരും സോൾവ് ആക്കി. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ നാട്ടിൻപുറം പണിയെടുക്കാം, നമ്മളുടെ ഫ്ലാറ്റ് പണിയെടുക്കാം. ഇപ്പോൾ ലെറ്റ്സ് സേ ഞാനാണ് എന്ത് മീഡിയേറ്റർ. നേരത്തെ പറഞ്ഞ കോയും മൂസയും തമ്മിൽ പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ടാക്കിയ ആളാരാണ്? മൂസയാണ്. കോയാണ് എന്ത് പ്രശ്നം? എര. അപ്പോൾ രണ്ട് കൂട്ടരെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് അവരുമായി സംസാരിച്ചു. എന്താടോ നിങ്ങൾ ഇങ്ങനെ, മൂസേ ഇത് ചെയ്യാൻ പാടുണ്ട, നിങ്ങൾ സത്യവിശ്വാസികളല്ലേ, നിങ്ങൾ അങ്ങനെ കോയോടൊന്നും ചെയ്യാൻ പാടുണ്ട എന്നൊക്കെ ചോദിച്ച് രണ്ട് കൂട്ടരെ വർത്താനം കേട്ടാക്കെ എനിക്ക് പറ്റിപ്പോയി, ഇനി പിന്നെ അത് ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ അങ്ങോട്ടും കൈയൊക്കെ കോർത്ത് ചായയൊക്കെ കുടിച്ച് നല്ലപോലെ പിരിഞ്ഞു. ഇനി പിരിഞ്ഞിട്ട് അവർ ഫ്ലാറ്റിൽ നിന്ന് പുറത്ത് പോവുകയാണെങ്കിൽ ലിഫ്റ്റ് കാത്തുന്ന സമയത്ത് എന്തുണ്ടായത്? വീണ്ടും അവർ തമ്മിൽ തർക്കമുണ്ടായി. ഓക്കെ. നാട്ടിലെ അവസ്ഥയാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ വന്ന് സുൽഹ് ചെയ്തിട്ട് രണ്ട് കൂട്ടരും ഒരുമിച്ച് പോകുമ്പോൾ പോകുന്ന വഴി വെച്ചുകൊണ്ട് ഇടവഴി വെച്ചുകൊണ്ട് രണ്ട് കൂട്ടരും പ്രശ്നമുണ്ടായി. ഓക്കെ. എന്തുണ്ടായത്? ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? വീണ്ടും മൂസ പ്രശ്നമുണ്ടാക്കി. മൂസ കോയനെ കയറി പിടിച്ചു. അപ്പോൾ ഇതൊക്കെ ആരാ കാണുന്നത്? മധ്യസ്ഥ ഞാൻ ഇത് കാണുകയാണ്, അല്ലേ? അല്ലെങ്കിൽ ഇടവഴി കൂടെ പോകുമ്പോൾ നിങ്ങൾ ഡോർ അടച്ചില്ല നോക്കി നിൽക്കുമ്പോൾ വീണ്ടും അവളെ പ്രശ്നമുണ്ടാവുക കാണുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഖാതിലുൽ ലത്തി തബ്ഗി ഹത്താ തഫീഅ ഇലാ അംരില്ലാ. എന്താണത്? അങ്ങനെ വന്നാൽ ഇനി ആരാണ് വഴക്കുണ്ടാക്കേണ്ടത്? മൂസനായിട്ട് ആരാ? കോയാണോ അതോ ഞാനാ? ആരാ? അതായത് മൂസയും കോയയും തമ്മിലാ പ്രശ്നം. മൂസയാണ് പ്രശ്നക്കാരൻ, കോയയാണ് ഇര. മൂസയും കോയയും തമ്മിൽ പ്രശ്നം. ശരിക്കും മനസ്സിലാക്കേണ്ടത് മിക്സ് ആവരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കുറച്ച് മനസ്സിലാക്കാൻ പണിയെന്നുള്ളത്. രണ്ടു കൂട്ടർ പ്രശ്നം. എൻ്റെ വീട്ടിൽ വന്ന് ഓക്കെ കാര്യങ്ങളൊക്കെ സുൽഹായി ഓക്കെ പറഞ്ഞു, പിരിഞ്ഞു. പോണ വഴിയിൽ മൂസക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പറഞ്ഞ മധ്യസ്ഥൻ ഇഷ്ടപ്പെട്ടില്ല. മൂസ വഴി വെച്ചുകൊണ്ട് വീണ്ടും കോയനെ അടിച്ചു. അങ്ങനെ വന്നാൽ ആരാണ് ഇനി മൂസയുടെ പ്രശ്നമാക്കേണ്ടത്? ഞാന്, അല്ലേ? ഞാനാണ് പിന്നെ മൂസായിട്ട് പ്രശ്നമാക്കണത്. കാരണം വ്യക്തമായതാണ്. സംഗതിയൊക്കെ പറഞ്ഞു പോയി എല്ലാം സുലഹാക്കി പോയി കഴിഞ്ഞിട്ട് പിന്നെയും പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആരിടപെടേണ്ടത്? മധ്യസ്ഥനിടപെടേണ്ടത്. ഓക്കെ. ഇതൊന്നുകൂടി നമുക്ക് പറഞ്ഞു നോക്കാം. ആദ്യം ഞാൻ ഈ വിഷയത്തിൽ ഉണ്ടാ ഫൈറ്റില്? ഇല്ല, അല്ലേ? ഞാൻ മധ്യസ്ഥനായിരുന്നു.
ഞാൻ രണ്ട് കൂട്ടരെയും വിളിച്ച് നെഗോഷിയേഷൻ നടത്തി, ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കി, അവർ തമ്മിൽ എന്തായി, പീസ് ഉണ്ടാക്കി, സമാധാനം ഉണ്ടാക്കി, അവർ അംഗീകരിച്ചു. രണ്ട് മധ്യസ്ഥം എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യം രണ്ട് കൂട്ടരും അറിഞ്ഞു, മനസ്സിലാക്കി, കൈകൊടുത്തു, പിരിഞ്ഞു. എന്നിട്ട് പിന്നെ വീണ്ടും ഈ പിരിഞ്ഞ പാർട്ടിയിലത്തെ ഒരാൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നക്കാരനായിട്ട് പിന്നെ ഞാനാണ് ഉണ്ടാക്കേണ്ടത്. മനസ്സിലായില്ലേ? ഞാൻ എന്താണ്, ഈ മധ്യസ്ഥം ഉണ്ടാക്കിയ ആളാണ്. ആളും ഈ അടി കൊണ്ട ആളും ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറ്റാള് മറുഭാഗത്ത് നിൽക്കുന്നു, അല്ലേ? കാരണം ഈ അഗ്രിമെന്റ് മുറിച്ച ആളാരാണ്? മൂസ. അല്ലെങ്കിൽ ആരാണോ അഗ്രിമെന്റ് മുറിച്ചത് അയാളുമായിട്ടാണ് പിന്നെ ബാക്കി എല്ലാവരും അഴുണ്ടാക്കുന്നത്. ഇതാണ് ഒരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ഉത്തരവാദിത്തം. അപ്പൊ ഈ മീഡിയേറ്റർ പ്രശ്നം എന്താ എനിക്ക് മനസ്സിലായി. ഇൻവോൾവ് ഇൻ ദിസ്, he just did the right thing, right? മീഡിയേറ്റർ ഇൻവോൾവ് ആണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, എടോ ഇപ്പൊ നിങ്ങളും നിങ്ങളും നിങ്ങളുടെ ഒരു വേറൊരു കൂട്ടുകാരി, ഇപ്പൊ നിങ്ങൾ സൽവ, അപ്പുറത്തെ കൂട്ടുകാരി സംബഡി എൽസ്, ഓക്കെ? പ്രശ്നം ആദ്യം നിങ്ങളുണ്ടാക്കി, നിങ്ങൾ കൂട്ടുകാരായിട്ട്. കൂട്ടുകാരുടെ പേര് വേണമെങ്കിൽ മറിയം എന്നിട്ടോ, മറിയം ആൻഡ് സൽവ. ഞാനാണ് മധ്യസ്ഥൻ. ഇപ്പൊ തുടക്കത്തിൽ ഐ എം നോട്ട് ഇൻ ദ പിക്ചർ. മറിയമും സൽവയാണ് പ്രശ്നം, ഓക്കെ? സൽവയാണ് പ്രശ്നം ഉണ്ടാക്കിയ ആള്. മറിയം ആൻഡ് യു, ബോത്ത് ഓഫ് യു കം ടു മീ. അപ്പൊ ഞാൻ രണ്ടു കൂട്ടരും പരാതി കേട്ടിട്ട് ഞാനൊരു തീരുമാനം പറഞ്ഞു, ഓക്കെ? അപ്പോ വിച്ച് വാസ് അക്സെപ്റ്റബിൾ ടു ബോത്ത് ഓഫ് യു. മറിയത്തിനും സൽവക്കും അത് ഓക്കെയാണ്. രണ്ടു കൂട്ടരും നിങ്ങൾ കൈയ്യൊടുത്തു, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. നൗ മധ്യസ്ഥം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോവാണ്. രണ്ടു കൂട്ടരും ഒരുമിച്ചാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ ഒന്നല്ലെങ്കിൽ മറിയം അല്ലെങ്കിൽ താങ്കൾ പറയാണ്, മൂപ്പർ പറഞ്ഞാൽ ശരിയായില്ല, ഞാൻ പിന്നെ വേറെ കച്ചുണ്ടാക്കണം സമ്മതിച്ചാണ്, ഇജ്ജ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ആയി. അപ്പോൾ either of you starts a trouble again and you hit the other person. ഒന്നല്ലെങ്കിൽ സൽവ മറിയം അടിച്ചില്ലെങ്കിൽ മറിയം സൽവനെ അടിച്ചു. പ്രശ്നം കൊണ്ട് മനസ്സിലായോ? ഇവിടെ ഞാൻ ആരാ തെറ്റാരൻ? ഇപ്പൊ സൽവനെ അടിച്ചെങ്കിൽ, സൽവയാണ് മറിയമ്മനെ അടിച്ചെങ്കിൽ ഇവിടെ തെറ്റാരാ? ആരാ? ആണല്ലേ? അപ്പൊ ഇനി മധ്യസ്ഥ നിലക്ക് ഞാന് ആരുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്? സൽവയുടെ ഭാഗത്ത് നിൽക്കേണ്ടത്, മറിയമ്മിന്റെ ഭാഗത്ത് നിൽക്കേണ്ടത്? മനസ്സിലായില്ലേ? Get it? അപ്പൊ എന്തായി? ആ സമയത്ത് പിന്നെ നിന്നെ എതിര് ഞാനാ നിൽക്കുക. കാരണം രണ്ട് കൂട്ടരും കൈ കൊടുത്ത് പോയിട്ട് ഒരാൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ പോയിട്ട് കച്ചണ്ടാക്കി കഴിഞ്ഞാൽ ആരാ തെറ്റുകാരി? ആ കച്ചണ്ടാക്കിയ ആളെ തെറ്റുകാരി. അപ്പോൾ ആ കച്ചണ്ടാക്കിയ ആളോടാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഫൈറ്റ് ചെയ്യേണ്ടത്. ഫൈറ്റ് വെച്ചാൽ കയ്യങ്ങളില്ല. മറ്റേ നമ്മുടെ മധ്യസ്ഥ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് ആരാണ്? നിങ്ങൾ മാത്രമായിരിക്കും. ഓക്കെ? അമ്രില്ല, അള്ളാഹുവിലേക്ക് വിധിയിലേക്ക് തിരിച്ചു വരുന്നവരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും പീസ് ഉണ്ടാക്കുന്നത് വരെ. നിങ്ങൾ പറയണം, എനിക്ക് ആ അവസ്ഥയിൽ പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീണ്ടും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പശ്ചാത്താപം ചെയ്യാനും ഞാൻ എന്തെങ്കിലും പാരിതോഷികം തരാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വേക്കുകയാണെങ്കിൽ ഫൈൻ, പീസ് ഉണ്ട്. ആൻഡ് ഈ പാർട്ടി അടി നിർത്തിക്കൊണ്ട് താങ്കളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അസ്ലിഹു ബൈനഹുമാ ബിൽ അദ്ൽ, എന്താണ്? അവരുടെ ഇടയിൽ നിങ്ങൾ നീതിപൂർവം എന്ത് ചെയ്യണം? രണ്ടാളുടെ ഇടയിൽ പീസ് ഉണ്ടാക്കണം. വഅഖ്സിതു, and make sure you are not unfair. ഓക്കെ? ഇനി ഈ ആയത്തില് എത്ര തവണയാണ് അസ്ലിഹു ബൈനഹുമാ എന്ന് വന്നുള്ളത്? എത്ര പ്രാവശ്യം എന്നുള്ളത്? രണ്ട് കൂട്ടടയില് 2 തവണ. തുടക്കത്തിലും വന്നിട്ടുണ്ട്, പിന്നെ പിന്നീട് മധ്യസ്ഥം കഴിഞ്ഞിട്ട് അടിണ്ടാക്കിയപ്പോ ആ അവസ്ഥയിൽ വന്നിട്ടുണ്ട്, അല്ലേ? പക്ഷെ രണ്ടാമത്തെ സമയത്ത് വന്നപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞില്ല? നിങ്ങൾ പരസ്പരം പീസ് ഉണ്ടാക്കുമെന്ന് മാത്രം പറഞ്ഞില്ല. ഹി ഓൾസോ സെഡ് വിത്ത് ജസ്റ്റിസ്. യു സീ ദ ട്രാൻസിഷൻ. അവിടുന്ന് ട്രാൻസിഷൻ വന്നു. ഫസ്റ്റ് ബിൽ അദ്ൽ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു. നേരത്തെ അദ്ൽ പറഞ്ഞില്ല. ആദ്യത്തെ തവണ അള്ളാഹു അദ്ൽ പറഞ്ഞില്ല. രണ്ടാമത്തെ തവണ എന്ത് ചെയ്തു? അദ്ൽ വന്നു.
ഓക്കെ. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? നിങ്ങളൊരു പീസ് മേക്കർ ആണെങ്കിൽ, നിങ്ങൾ ഒരു മധ്യസ്ഥനാണെങ്കിൽ, നിങ്ങൾ എപ്പോഴും മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ, അല്ലേ? പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ മധ്യസ്ഥം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അള്ള എടുത്തു പറഞ്ഞു ബിൽ അതിലാവണട്ടാന്നുള്ളത്, നീതിപൂർവം ആവണം എന്നുള്ളത്. യു ഹാവ് ടു ബി ഫെയർ എന്ന് പറഞ്ഞു. എന്തിനാണത്? Not to be യു ഗെറ്റ് ദ ട്രാൻസിഷൻ? not to be biased. അല്ലേ? യെസ്, യാ, യു വിൽ ബിക്കം ബൈ. എന്തുകൊണ്ടാണ് നിങ്ങൾ ബയസ്ഡ് ആവുക? കാരണം ഇതുവരെ തുടക്കത്തിൽ നിങ്ങൾ ന്യൂട്രൽ ആയിരുന്നു. സൽവ ആൻഡ് മറിയം ഇസ് ഐ വാസ് ന്യൂട്രൽ. ബട്ട് ദ മൂമെന്റ് സൽവ അറ്റാക്ട് മറിയം ആൻഡ് മീ ആസ് എ പേഴ്സൺ, ഐ വിൽ ബി നോർമലി ഇൻക്ലൈൻ ടുവേർഡ്സ് ആരാണ്? ആരാ? മറിയം. മറിയമിനോട്. കാരണം അനീതി പ്രവർത്തിച്ചപ്പോൾ ആരാണ്? സൽവയാണ്. അപ്പോൾ ഒരു മനുഷ്യ എന്ന നിലയ്ക്ക് ചിലപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ മധ്യസ്ഥം വെച്ച് കഴിഞ്ഞിട്ട് ഓള് എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഓൾ അടിക്കുക എന്ന ഒരു ഭാവം എനിക്കുണ്ടാവും. യു ഗെറ്റ് ഇറ്റ്? മനസ്സിലാവുന്നുണ്ടാ? മധ്യസ്ഥന്മാർക്ക് പ്രശ്നമാണിത്. ഞാനൊരു മധ്യസ്ഥം പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഓൾ അടിക്കുക. ഹൗ ഡെയർ ഷീ ഡസ് ദാറ്റ് എന്ന ഒരു ഈഗോ എനിക്ക് നോർമലി വരും. സ്വാഭാവികമാണ്, എല്ലാവർക്കും. അള്ളാഹ്ക്കറിയാം. അപ്പം അല്ല പറയാണ്, രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങളിത് അവർ തമ്മിൽ പീസ് ഉണ്ടാക്കുമ്പോൾ യു ബി കെയർഫുൾ. അവിടെ അതിലുണ്ടാവണം കേട്ടോ. യു ഹാവ് ടു മേക്ക് ഇറ്റ് അതിൽ. അതാണ് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം. അപ്പം നോർമലി ഒരു കമ്മ്യൂണിറ്റീസ് ന്യൂട്രലാണ്. പക്ഷേ വെൻ ടു പാർട്ടീസ് ഫൈറ്റ് വി ഇന്റർഫിയർ ആൻഡ് സോൾവ് ദ പ്രോബ്ലം ഓഫ് ബോത്ത് ദ പാർട്ടീസ്, അല്ലേ? ആ സമയത്ത് നമ്മൾ ആരും സൈഡിലല്ല. പക്ഷേ പീസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രശ്നം വന്നാൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? യു ഹാവ് എൻ ഇൻക്ലിനേഷൻ ടു സൈഡ് വിത്ത് വൺ പേഴ്സൺ. ഏതെങ്കിലും ഒരു പേഴ്സന്റെ അടുത്ത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സ് അങ്ങോട്ടേക്ക് ചാഞ്ഞു പോകും. അവിടെ അല്ല പറയാത് പാടില്ല കേട്ടോ. ആദ്യത്തെ വേറെ ഒരു ഇമോഷണൽ ക്വാളിറ്റി പറയാം. ആദ്യം സൽവയും മറിയമ്മും എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ സൽവോടും മറിയത്തിനോടും ഒരേ നിലപാടാണ്. രണ്ടാളോടും ഞാൻ വളരെ സ്നേഹത്തോട് കൂട്ടി അസ്സലാമു അലൈക്കും ഇരിക്കും, എന്താ സുഖല്ലേ, ഒക്കെ നല്ല പോലെ സംസാരിക്കുക. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം സൽവ കയറി മറിയത്തിനെ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ റൂമിലേക്ക് വീണ്ടും മധ്യസ്ഥന് വരുമ്പോൾ ഐ വിൽ ബി ആംഗ്രി പറഞ്ഞോ ഇല്ലേ? ആ ദേഷ്യം ആരോടൊക്കെ ഉണ്ടാവുക? സൽവോടുണ്ടാവും. അപ്പൊ സൽവോട് ഓൾറെഡി ഒരു പ്രീ കൺസീവ്ഡ് ഇമോഷൻ വെച്ചുകൊണ്ടാണ് അടുത്ത മധ്യസ്ഥ നടക്കുക. അവിടെ അല്ല പറഞ്ഞത് എന്ത്? ബിൽ അദ്ല്. ബെറ്റർ ബി കെയർഫുൾ. ബെറ്റർ ബി കെയർഫുൾ. ഇമോഷൻസിന് യു ബെറ്റർ, നിങ്ങൾ മീഡിയേറ്റർ ആണെങ്കിൽ യു ബെറ്റർ കീപ് യുവർ ഇമോഷൻസ് സൈഡ്. ആ ഇമോഷൻസ് ഒരിക്കലും നിന്റെ നീതിയുമായി സംഗതി ചെയ്യുന്നോടത്ത് ഇടപെട്ട് പോകാൻ പാടില്ല. ബി കെയർഫുൾ എന്നുള്ളത് മനസ്സിലായില്ലേ? കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ. നൗ രണ്ടാമത്തത്, അള്ളാഹുവിൻ്റെ ഒരു കമാൻഡ്, അള്ളാഹുവിൻ്റെ ഒരു അമ്ര് നിങ്ങൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ധിക്കരിച്ചു കഴിഞ്ഞാൽ, നിങ്ങളോട് ഒരാൾ മാത്രമല്ല മൊത്തം എല്ലാവരും നിങ്ങളോട് എതിർത്ത് നിൽക്കും. മനസ്സിലാവുന്നില്ല? ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറയപ്പെടാണ്, നിങ്ങൾ രണ്ടു കൂട്ടർ രണ്ടാമത്തെ പ്രാവശ്യം എങ്ങനെ കേട്ടില്ല? ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടി പറയാം. ഞാൻ പറഞ്ഞ ഏതാ പറഞ്ഞ അറിയേണ്ടത്? അതായത് രണ്ടാമത്തെ ആദ്യത്തെ തവണ ഞാൻ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ആദ്യത്തെ തവണ ഞാൻ ഒരു മീഡിയേഷൻ നടത്തിയപ്പോൾ ഐ വാസ് ന്യൂട്രൽ. ഓക്കെ. എന്നിട്ട് നിങ്ങൾ സുലഹായപ്പോൾ അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. അവിടെയാണ് നിങ്ങൾ എന്തായത് സുലഹാവുന്നത്. സുലഹായി കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ അമറിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യണത്? നിങ്ങൾ ചാലഞ്ച് ചെയ്യണത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊന്ന് പറയാണ്, സെമീറെ പൊരുത്തപ്പെടണട്ടാ, ഞാൻ ഹജ്ജിന് പോവാണ് എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പൊരുത്തപ്പെട്ട് ഒക്കെ കഴിഞ്ഞു, ഓക്കെ നിങ്ങൾ പോയിട്ട് വാ. പിന്നെ ഞാൻ അപ്പുറത്ത് പോയിട്ട് മറ്റൊരാത്താൻ പറയാൻ പാടില്ല. മനസ്സിലാവുന്ന പറഞ്ഞത്? ഞാൻ നിങ്ങളെ എന്നോട് എന്തോ ചെയ്ത് ഞാൻ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് അതേ ആളിപ്പോ ഹജ്ജിന് പോവാ, കഴിഞ്ഞ പ്രാവശ്യം എന്നോട് എന്താ പറഞ്ഞറിയോ എന്ന് ഞാൻ പിന്നെ വർത്താൻ പറയാൻ പാടില്ല. അതല്ലെങ്കിലും പാടില്ല.
അതെ. ആ പണി ചെയ്യണത് എന്താണ്? അള്ളാഹുവിന്റെ അമറിനെതിരാണ് അപ്പൊ ചെയ്യണത്. ഒരിക്കൽ മറ്റൊരാളെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ നല്ലപോലെ കൈ കൊടുത്ത് പിരിഞ്ഞാല് പിന്നെ നിങ്ങൾ ആ പ്രശ്നം നിങ്ങൾ തേട്ടി വരാൻ പാടില്ല. അതിനകത്ത് നിങ്ങൾ പൊരുത്തപ്പെട്ടില്ല എന്നുള്ളതാണ്. ശരിയല്ലേ? അതുണ്ടാകാൻ പാടില്ല എന്നായി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു കമാൻഡിനെ വെച്ച് നിങ്ങൾ വയറ്റത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എതിരെ നിൽക്കും മൊത്തം സമൂഹം മൊത്തം നിൽക്കും, ഒരാൾ മാത്രമല്ല. കാരണം ഇവിടെ വയലേഷൻ നടക്കുന്ന അള്ളാഹുവിന്റെ വയലേഷനാ. മനസ്സിലാകുന്നില്ലേ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് നൗ ഇനി അസ്ലിഹു ബൈനഹും ബിൽ അദ്ലി വ അഖ്സിതു, രണ്ട് പദം ഉപയോഗിച്ചുള്ളത്. ഒന്ന് അദ്ലും ഉണ്ട്, വ അഖ്സിതു എന്നുണ്ട്. ആ രണ്ട് വ്യത്യാസം എന്താ? അവർക്കിടയിൽ നീതിപൂർവം ഒത്തുതീർപ്പുണ്ടാക്കുകയും നീതി പാലിക്കുകയും. ഈ രണ്ട് തവണ നീതി എന്താ? രണ്ട് പദമാണ് ഉപയോഗിച്ചുള്ളത്. ഇത് നല്ലോണം കേട്ടോ കേട്ടോ. ഒന്ന് അതില്, രണ്ടാമത്തത് ഖിസ്ത്. ഇത് രണ്ടും ഖുർആൻ ഉപയോഗിക്കുന്ന പദമാണ്. ഒന്ന് അതില്, ഒന്ന് ഖിസ്ത്. അതിൽ എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റിസ്. ജസ്റ്റിസ് ആണ്. ഓക്കെ. ഖിസ്ത് എന്ന് പറഞ്ഞാലോ എന്താ? എന്താ ഖിസ്ത്? അനീതിയുടെ അഭാവം. ഏറ്റവും അടുത്ത അർത്ഥം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അനീതിയുടെ അഭാവമാണ് ഖിസ്ത്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അതില്, നീതി. ഓക്കെ. ഇനി ഈ അദാല എന്ന് പറയുന്ന സംഘം എന്താ? എന്താ ഈ അദാല പറഞ്ഞാല്? എന്തായിരുന്നു? ഖിസ്ത് എന്ന് പറഞ്ഞാൽ അനീതിയുടെ അഭാവം, ലാക്ക് ഓഫ് ഇൻജസ്റ്റിസ്. ലാക്ക് ഓഫ് ഇൻജസ്റ്റിസ്, അതാണ് ഖിസ്ത്. There should not be any injustice. മറ്റെന്താണ്? ജസ്റ്റിസ് ആണ്. Now you might think that both the terms are same. പക്ഷെ അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ലാക്ക് ഓഫ് ഇൻജസ്റ്റിസ് ഇസ് ഈക്വൽ ടു ജസ്റ്റിസ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, യു ഗെറ്റ് ഇറ്റ്? I'll give you a simple example. ഓക്കെ, രണ്ട് മക്കള്. ഓക്കെ, ഒരാള് 20 വയസ്സായ ആള്, മറ്റേ കുട്ടി 5 വയസ്സായ കുട്ടി. ഓക്കെ, ഞാൻ ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ ഐ ഹാവ് ടു ബി ജസ്റ്റിസ് അല്ലേ? അവർക്ക് ഞാൻ ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ ആസ് എ മദർ, ഇപ്പം നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് എളുപ്പം മനസ്സിലാവുക. നിങ്ങളൊരു ഉമ്മയാണ്, 2 മക്കളുണ്ട്. ഒന്ന് മൂത്ത മോനാണ് 20 വയസ്സുള്ളവന്, രണ്ടാമത്തത് ചെറുതാണ് 5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സ്, വാട്ടെവർ. ഓക്കെ, 20 വയസ്സും 7 വയസ്സും. നിങ്ങൾ അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ നിങ്ങൾ നീതി പുലർത്തുമല്ലോ അല്ലേ? പുലർത്തുമില്ലേ? അതായത് ചോറുണ്ട്, സാമ്പാറുണ്ട്, മീൻ പൊരിച്ചുണ്ട്, പപ്പടം ഉണ്ട്, ഒക്കെ ഉണ്ട്. നിങ്ങൾ കൊടുക്കുമ്പോൾ നീതി പുലർത്തുമില്ലേ? ചെയ്യും. രണ്ടും നീതി തന്നെയല്ലേ? ഏത്? അല്ല, അത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. മൂത്ത മോനിക്ക് നിങ്ങൾ 3 കയ്യിൽ ചോറ് വിളമ്പുമ്പോ 7 വയസ്സായ കുട്ടിക്ക് ഞാൻ നീതി പുലർത്തുന്ന 3 കയ്യിൽ ചോറ് വിളമ്പുവോ നിങ്ങള്? ഇല്ല. ആ, അതെന്താ? 20 വയസ്സുള്ള കുട്ടി കഴിക്കുന്ന പോലെ ചെറിയ കുട്ടി കഴിക്കൂല. എപ്പോ മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റിസ് ചെയ്യുമ്പോ അതിന്റെ അർത്ഥം 3 കയ്യിൽ ചോറ് ഓർക്ക് കൊടുക്കാന്ന് ജസ്റ്റിസ് അല്ല. പക്ഷെ ഞാൻ 1/2 കയ്യിൽ കൊടുത്താൽ അത് ഇൻജസ്റ്റിസ് ആണ് അല്ലേ? അപ്പൊ അവനക്ക് കഴിക്കാൻ പറ്റുന്ന അളവിൽ ഞാൻ കൊടുക്കും, പക്ഷെ ആ അളവ് ഒരിക്കലും മൂത്തവനക്ക് കൊടുത്തത് തുല്യാവൂല. അത് ജസ്റ്റിസ് ആണ്. അപ്പൊ ജസ്റ്റിസ് ഡസ് നോട്ട് ഓൾവേസ് മീൻ തുല്യമായ അളവിൽ കൊടുക്കുന്നത് ജസ്റ്റിസ് അല്ല. മനസ്സിലാക്കണ്ട? ഓക്കെ, മോനക്ക് വേണമെങ്കിൽ ഞാൻ മീൻ പൊരിച്ചത് ചിലപ്പോൾ ഒരു മീനിന്റെ മൊത്തം ഒരു വലിയ കഷ്ണം കൊടുക്കാൻ ഓനക്ക് തിന്നാൻ കൂട്ടി പറ്റും. മറ്റവനക്ക് എന്താ മുള്ളൊക്കെ മാറ്റി ചിലപ്പോൾ ചെറിയ കഷ്ണം കൊടുക്കുള്ളൂ. അപ്പൊ പറയാൻ പറ്റുമോ? എന്താ മൂത്തവനക്ക് നിങ്ങളെ വലിയ കഷ്ണം കൊടുത്ത്, കോഴിയുടെ വലിയ കാലം കൊടുത്ത്, കുട്ടിക്ക് ചെറിയ കയ്യ കൊടുത്ത് പറയാൻ പറ്റും നിങ്ങൾക്ക്? യു കാൻ സേ ദാറ്റ്. ഓനക്ക് ചമ്മന്തി കൊടുത്ത് ചെറുതിന് ചമ്മന്തി കൊടുത്തില്ല. ചെറുത് ചമ്മന്തി നിന്ന് കഴിഞ്ഞാൽ ആകെ ഇവിടെ എരിഞ്ഞു കിടക്കൂ. മൂത്തോൾക്ക് പ്രശ്നമല്ല. അപ്പോ നമ്മള് തുല്യമായ സാധനം കൊടുക്കുന്നതല്ല നീതി. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഇൻജസ്റ്റിസ് ഉണ്ടാവരുത്. അപ്പോ ഇൻജസ്റ്റിസ് ഉണ്ടാവാതിരിക്കുന്നതും ജസ്റ്റിസ് ഉണ്ടാവണം, രണ്ടും രണ്ടാ. മനസ്സിലാവുന്നുണ്ടോ പോയിന്റ്? അപ്പോ ഒന്ന്, ഞാൻ തീരുമാനമെടുക്കുമ്പോൾ അതിൽ ജസ്റ്റിസ് ഉണ്ടാവണം. രണ്ടാമത്തെ പറഞ്ഞാൽ ഇൻജസ്റ്റിസ് ഉണ്ടാവരുത്. They both are not same. ഓക്കെ, ഇനി അദാലത്തിനുള്ള വാക്കുകൾ വെച്ച് പഠിക്കും. എന്താണ് ഈ അദാല പറഞ്ഞത്? അതിൽ പറഞ്ഞാൽ എന്താ?
അതിലെന്ന് പറഞ്ഞാൽ തുറന്നത് ഓപ്പണിലാണ്, ഓപ്പൺ ആണ്, പബ്ലിക് ആണ്, ട്രാൻസ്പെറന്റ് ആണ്. ഓക്കെ. ഖിസ്ത് എന്ന് പറഞ്ഞാൽ പബ്ലിക് ആൻഡ് പ്രൈവറ്റും ആവാം. എന്തുകൊണ്ടാണ് കോടതിനെ അദാലത്ത് പറഞ്ഞതുകൊണ്ടാ? വേണ്ട, നിങ്ങളൊരു കോടതിയിൽ ഒരു കേസ് വാദിക്കാൻ വേണ്ടി പോയിട്ട് നിങ്ങളും ജഡ്ജും പിന്നെ പ്രതിയും പ്രതിയുടെ വക്കീലും പിന്നെ വാദിയും വാദിയുടെ വക്കീലും ജഡ്ജും മാത്രം, അത് ജസ്റ്റിസ് ആവോടോ? അത് നാലാൾക്കാർ കാണുന്ന രൂപത്തിൽ നടത്തപ്പെടുമ്പോഴല്ലേ ഇതിൽ എന്തുണ്ടാവുള്ളൂ? നീതിപൂർവ്വം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടല്ലേ നീതി ആവണത്. അതുകൊണ്ട് അദാലത്ത് പറഞ്ഞാൽ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അതിലതാണ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും, ട്രാൻസ്പെറൻസി ഉണ്ടാവും, പബ്ലിക് ആയിരിക്കും. ഖിസ്ത് പബ്ലിക്കും ആവാം, പ്രൈവറ്റും ആവാം. യു ഗെറ്റ് ഇറ്റ്? അതുകൊണ്ടാണ് കോർട്ട് ഇസ് കോൾഡ് അദാലത്ത്, ബിക്കോസ് ഇറ്റ്സ് ഓപ്പൺ. ഓക്കെ. ഈ ആയത്തിൽ ഇവിടെ ഇറ്റ്സ് നോട്ട് മുസ്ലിംസ് ഹു ആർ ഫൈറ്റിംഗ് ഈച്ച് അതർ, ബട്ട് ഇറ്റ്സ് എ മുഅ്മിൻ. ഇവിടെ മുസ്ലിങ്ങളല്ല പരസ്പരം തല്ലുകൂട്ടത്. ആരാ? മുഅ്മിനുകളാണ്. വഇൻ തായിഫത്താനി മിനൽ മുഅ്മിനീനാണ്, മിനൽ മുസ്ലിമീനല്ല. അവർ മുഅ്മിനുകളാണ്. അപ്പോൾ യു കാൺ ജഡ്ജ് ദിയർ ഫെയ്ത്ത്. അവരുടെ വിശ്വാസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ജഡ്ജ് ചെയ്യാൻ പറ്റൂല. ഓക്കെ. അപ്പോൾ ദർ ഇസ് എ ടെൻഡൻസി ടു കോൾ നെയിംസ് ഇൻ എ ഫൈറ്റ്. ഒരു തല്ലാവുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പലതരത്തിലുള്ള പേരുകൾ വിളിക്കും. ഡാഷ 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 എന്ന് കുറേ വിളിക്കും, അങ്ങോട്ടൊക്കെ വിളിച്ചു വരും. ഓക്കെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഓപ്ഷൻ തന്നെ എടുത്ത് കളയാണ്. കാരണം എന്താ? മുഅ്മിനുകൾ തമ്മിലാവുമ്പോൾ യു ഡോണ്ട് ഡു ദാറ്റ്. മുസ്ലിങ്ങൾ തമ്മിലാകുമ്പോൾ ചിലപ്പോൾ വിളിക്കും, പച്ചക്കറിയുടെ പേരും മൃഗങ്ങളുടെ പേരൊക്കെ വിളിക്കും. പക്ഷെ മുഅ്മിനാകുമ്പോൾ സംഗതി ഉണ്ടാവില്ല. അതാണ് ആ ആയത്തിന്റെ രസം. നോക്കി നിങ്ങള്, ഇൻ തായിഫത്താനി മിനൽ മുസ്ലിമീൻ അല്ല മിനൽ മുഅ്മിനീനാണ്, വിച്ച് മീൻസ് മുഅ്മിൻ ഡോണ്ട് ഡു ദാറ്റ്. എന്താണല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഓപ്ഷൻ എടുത്ത് കളഞ്ഞത്, കോളിംഗ് നെയിംസ് ഡസന്റ് ഹാപ്പൻ ദേ. അപ്പോൾ യു ഹാവ് ടു ബി കെയർഫുൾ. അള്ളാഹ് ഈസ് സേയിങ് ദിസ് ബിക്കോസ് ദർ ആർ റിയൽ പ്രോബ്ലംസ് ആൻഡ് വി വയലേറ്റ് ദം. നമ്മൾ എത്ര കണ്ട് സുജായ ആണെങ്കിലും നമ്മളുടെ ലൈഫിലേക്ക് ചില പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാറ്റിൽ പരത്തും. അങ്ങനൊരു പ്രശ്നം നമുക്കുണ്ട്. അപ്പോൾ പിന്നെ നെഗോഷിയേറ്റിംഗ് ബിറ്റ്വീൻ രണ്ട് മൂവ്മെൻറ്റുകൾ നിങ്ങൾ നെഗോഷിയേറ്റ് നടത്തുമ്പോൾ ഇറ്റ്സ് ഒന്നാമത് തന്നെ ഒരു ഷെയിംഫുൾ തിങ് ആണ്. ഓർ തിങ്ക് ഓഫ് ദിസ് ഇഫ് യു ആർ സോൾവിങ് എ ഫാമിലി മാറ്റർ, ബിക്കോസ് ടു ബ്രദേഴ്സ് ഇൻ എ ഡിഗ്നിറ്റി മാറ്റർ. രണ്ട് സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നമാണെങ്കിലോ എങ്ങനെ ഉണ്ടാവും? ദേ ക്യാൻ ബി ദ വേഴ്സ്റ്റ് എനിമീസ്. സഹോദരങ്ങൾ തമ്മിൽ, സഹോദരിമാർ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, വാപ്പമ്മ തമ്മിൽ, അല്ലെങ്കിൽ മക്കളും വാപ്പയും തമ്മിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത്ര അൺഹെൽത്തി ആയിട്ടുള്ള സംഗതി വേറില്ല. അപ്പം നിങ്ങൾ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുക? പ്രൈവറ്റിലാ പബ്ലിക്കിലാ? എങ്ങനെ? പ്രൈവറ്റിൽ. ആ പ്രൈവറ്റിൽ നടത്തുമ്പോൾ എന്താ? യു കോൾ ദം ഇൻ ടു യുവർ ഹോം, ഇൻ യുവർ ലിവിംഗ് റൂം ഓർ ഇൻ എ മസ്ജിദ് ആൻഡ് ഫിഗർ തിങ്സ് ഔട്ട്. അല്ലേ? ദിസ് ഇസ് എ മാറ്റർ വിതിൻ അവർ ഉമ്മ. നമ്മളുടെ ഉമ്മത്തിൻ്റെ അകത്തുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾക്കിതിനെ പ്രൈവറ്റ്ലി കൈകാര്യം ചെയ്യാം വിതൗട്ട് അതർ കമ്മ്യൂണിറ്റി നോയിങ് അബൌട്ട് ഇറ്റ്. പക്ഷെ ഇന്ന് നമ്മളുടെ ഉമ്മത്ത് ചെയ്യുന്ന പണി ഇതിനെക്കാട്ടൊക്കെ വഷളാണ്. നമ്മൾ തമ്മിലുള്ള ഭാര്യ തൊട്ട പോലും മുറിയോ, പള്ളിയിൽ പോകണോ വേണ്ടേ, മറ്റേ എന്താണ് മറ്റേ തറാവീഹ് റക്അത്ത് 20 ആണോ 24 ആണോ 60 ആണോ 18 ആണോ 15 ആണോ എന്നുള്ള തർക്കങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് തർക്കങ്ങളുണ്ടല്ലോ നമ്മുടെ ഇടയിൽ തീരാത്തത്. നമ്മളത് എവിടെ തീർക്കുന്നത്? നമ്മളത് സ്റ്റേജ് കെട്ടിക്കൊണ്ട് മറ്റു സമുദായക്കാർ കാണുന്ന രൂപത്തിലാണ് നമ്മളുടെ പ്രശ്നം. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഈ ഖിസ്ത് എന്ന് ഉപയോഗിച്ചതിൻ്റെ, അതിലും ഖിസ്തും ഒരുമിച്ച് ഉപയോഗിച്ചതിൻ്റെ ആ ഒരു ഗാംഭീര്യം മനസ്സിലാകുന്നുണ്ടോ? തിങ്സ് ഹാസ് ടു ബി ഡൺ ഇൻ പ്രൈവറ്റ്, ഹാസ് ടു ബി ഇൻ പ്രൈവറ്റ്. ഭാര്യ ഭർത്താവ് തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പബ്ലിക് ആയിക്കൊണ്ടല്ല ചെയ്യുക, പ്രൈവറ്റ് ആയിക്കൊണ്ടാണ് ചെയ്യുക. പ്രത്യേകിച്ച് മക്കളുടെ മുമ്പിൽ തീരും പാടില്ല. മക്കൾക്ക് വാപ്പാടും ഉമ്മാടും ഉണ്ടാകുന്ന റെസ്പെക്റ്റ് ഉണ്ട്, അത് നിങ്ങൾ കളയരുത്. അതുകൊണ്ട് ഭാര്യക്കും ഭർത്താവ് തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ടും പറയുന്നുണ്ടെങ്കിൽ ഡോർ അടച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ മക്കളെ മാറ്റിക്കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ മക്കളെ എവിടെയും കൊണ്ടാക്കുക, ആരെങ്കിലും എന്താ അഞ്ചൻ്റെ വീട്ടിലാ അമ്മയുടെ വീട്ടിലാ എവിടെയും കൊണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾ പിന്നീട് ചർച്ച ചെയ്യുക. ഇതങ്ങനെ നേരെ മറിച്ചാ. ചിലപ്പോൾ ഭാര്യയുടെ ദേഷ്യം കാണിക്കുക മക്കളോടാ, ഭർത്താവിനുള്ള ദേഷ്യം കാണിക്കുക മക്കളോടാ. കുട്ടികളൊന്ന് കളിക്കുന്നുണ്ടാവും, മാറിക്കളവനും കൂടി ചവിട്ടാ പോകുമ്പോൾ. ആര്? വാപ്പ. ചവിട്ടാ ഭാര്യക്കുള്ളതാണ്, കൊടുത്ത ആർക്കാണ്? മോൻക്കാണ്. ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്.
ഇതൊക്കെ നിങ്ങൾ ആ ക്രിസ്തും ആദിലും കൂടി കൂട്ടി വായിച്ചാൽ കിട്ടും നിങ്ങൾക്ക് നമ്മൾ എവിടെ കിടക്കുന്നുള്ളത്. ഖുർആന്റെ പദപ്രയോഗം മുഅ്മിൻ ഉപയോഗിച്ചു കൊടുത്തുള്ളത് ഖുർആൻ ബോധപൂർവ്വം ഉപയോഗിച്ച പദങ്ങളാണ്. മുത്തഖീന്നും മുഅ്മിനും മുസ്ലിഹെന്നും മറ്റേ മുസ്ലിം എന്നുള്ളതൊക്കെ യാലുദ്ദീൻ ആമനും ഒന്നും വെറുതെ പറഞ്ഞതല്ല. ഇതിന്റെ ഗാംഭീര്യം നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ ആയത്തിങ്ങനെ ഒഴിച്ചു പോകുമ്പോൾ നമ്മളൊരിക്കോ ഇറ്റ്സ് വെരി ഈസി തിങ്. അതല്ല, വളരെ ഗൗരവപൂർവ്വം പറഞ്ഞതാണ്. ഇനി മാത്രമല്ല, ചില മീറ്റിംഗ് നമുക്ക് പ്രൈവറ്റ് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കും അല്ലേ? ആ സമയത്ത് ആ മീറ്റിംഗ് പബ്ലിക് ആകുമ്പോഴോ ചില സംഗതി നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പബ്ലിക്കായ മീറ്റിങ്ങിൽ വെച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ നാളെ മാറ്റി പറയാൻ പറ്റില്ല. പക്ഷെ പ്രൈവറ്റിലാകുമ്പോൾ മാറ്റി പറയും. മനുഷ്യന്മാർ ഈ എന്താണ് അണ്ടിയോട് അടക്കുമ്പോഴാണ് മാങ്ങയുടെ പുളിയാരെന്ന് പറഞ്ഞ പോലെയാണ്. ചില ആളുകൾ തനി സ്വഭാവം അറിയാം. എപ്പോഴാണെന്ന് അറിയോ? ചില മർമ്മ സ്പോട്ടിലേക്ക് എത്തുമ്പോഴാണ്. ഒന്നും വേണ്ട, സ്വത്ത് ഭാഗം ചെയ്യുമ്പോൾ അത് പറയാൻ വേഗം മനസ്സിലാവും. സ്വത്ത് ഭാഗം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കീരിയും പാമ്പുള്ള അഞ്ചന്മാരും ഏട്ടന്മാരും പെങ്ങന്മാരും വേറെ ഉണ്ടാവില്ല. പൊന്നാര മക്കളെ, നിങ്ങൾ പോകുമ്പോണ്ടേ 10 പൈസ കൊണ്ടുകൊണ്ട് പോകുന്നു. ഇത് ഉണ്ടാക്കി വെച്ച വാപ്പിയമ്മയും പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയില്ല. പിന്നെ നിങ്ങളാ കൊണ്ടുപോണത്. ആ മൂലക്കെന്ന് 1 സെന്റ് ഇങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ 1 പിടി മണ്ണ് ഇങ്ങോട്ട് പോകുന്നു. ആ പ്ലാവ് കുറച്ച് ഇങ്ങോട്ട് ഇരുന്ന് അതിൻ്റെ വേര് ഇങ്ങോട്ട് ആ വിക്ക് ഉള്ളതാണ്. ഒരു പ്ലാവേ ഒരു മറ്റേ തേക്ക് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെയാണ് കച്ചറണ്ടാവണത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതൊക്കെ എവിടെ പോയിട്ട് കൊണ്ട് കളയാൻ എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ തവണ ആ പ്രശ്നം പരിഹരിച്ചപ്പോൾ അത് എന്തുണ്ടായത്? അത് ക്ലോസ്ഡ് റൂമിലായിരുന്നു അല്ലേ? ഇപ്പോൾ ഞാൻ വീണ്ടും ആ പഴയ ഉദാഹരണത്തിലേക്ക് പോവാം. സൽവയും മറിയം തമ്മിൽ ആദ്യം പ്രശ്നം ഉണ്ടായപ്പോൾ സൽവം മറിയം എൻ്റെ അടുത്ത് വന്നു, ഞാൻ മീഡിയേറ്റർ, 2 കൂട്ടർ തമ്മിൽ പ്രശ്നം സോൾവ് ആക്കി. പിന്നെ പുറത്ത് പോയിട്ട് വീണ്ടും 2 കൂട്ടർ അടിണ്ടാവുമ്പോൾ ഇനി അടുത്ത ചർച്ചയ്ക്ക് ഞാൻ മാത്രമേ ഉണ്ടാവുക? ആണോ? പറയടോ. അനീതി ചെയ്ത ആളും ഏ അനീതി ചെയ്ത ആളും ആ ഓക്കെ, മീഡിയേറ്ററും മറിയമും പിന്നെ സൽവി എന്താ ഉണ്ടാവണം? പിന്നെ ഞാൻ രണ്ടാളും ഉണ്ടാവും. വേണം. ഐ, അല്ലേ? കാര്യക്കാരുണ്ടാവും, ചുറ്റുവട്ടത്തുള്ളവരുണ്ടാവും. യെസ്, ഇനിയുള്ള ചർച്ച ഒറ്റക്കാവൂല. അപ്പൊ എന്ത് ചെയ്യാ? സൽവയുടെ ഭാഗത്ത് 2-3 ആൾക്കാരുണ്ടാവും, മറിയമിന്റെ ഭാഗത്ത് 2-3 ആൾക്കാരുണ്ടാവും, എന്റെ ഭാഗത്ത് 2-3 ആൾക്കാരുണ്ടാവും. എന്നിട്ടാണ് കാര്യങ്ങൾ പറയാ. ആ എന്തിനാണത്? അവിടെയാണ് അതിൽ വരുന്നത്. ഓപ്പൺ കോർട്ടായി, കുറച്ചൊരു തുറന്ന രൂപത്തിലായി. ഇനി ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവാൻ പാടില്ല. അതൊന്നല്ല. മറ്റത് ആദ്യത്തെ ചർച്ചയിൽ ഞാനും സൽവയും മറിയം മാത്രമേ ഉള്ളൂ. ഇപ്പൊ മറിയം പറയാണ് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ ഈ സാധനം ഉണ്ടോന്നോ ഇല്ലാന്നോ എനിക്കോ സൽവക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ ആൾക്ക് പറയാൻ പറ്റില്ല. സോ ഇറ്റ്സ് മൈ വേർഡ് അഗെയിൻസ്റ്റ് ദം. എന്താ? അപ്പോൾ അതിന്റെ വീണ്ടും പുറത്ത് പോയി കച്ചറ ഉണ്ടാകുമ്പോൾ അടുത്ത ചർച്ചയ്ക്ക് നമ്മൾ എന്ത് ചെയ്യില്ല? ആ സ്കോപ്പ് കൊടുക്കൂല. ഇനി രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ടാണ്. കാരണം രഹസ്യമായിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു അമ്മയതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അവിടെ ഇനി ആ ചാൻസ് എടുക്കൂല. ഗെറ്റ് ഇറ്റ്? ഇതാണ് ആ മറ്റേ ഈ ആയത്തിന്റെ ഒരു ലക്ഷ്യം. ഇപ്പൊ കേസ് സംഭവം മനസ്സിലായില്ലേ? എന്നിട്ട് അള്ളാഹു പറയാണ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് നോട്ട് ലൈക്ക് ഇന്നല്ലാഹ യുഹിബ്ബുൽ ആദിലീൻ എന്നല്ല പറഞ്ഞത്, മുഖ്സിതീൻ എന്നാ പറയുന്നത്. ഓക്കെ, Allah loves those who show justice publicly. പക്ഷെ എന്താണ്? ആദിലിനല്ല, മുഖ്സിതീന എന്ന് പറഞ്ഞാൽ Allah loves those who show justice publicly and privately. 2 അവസ്ഥയിലും കൂടിയും ജസ്റ്റിസ് കാണിക്കുമ്പോഴാണ് ഖിസ്ത് ഉണ്ടാവുന്നത്. അതിലെന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ കോർട്ടാണ്. പക്ഷെ പ്രൈവസിയിലും ഓപ്പണും കൂടി ആവുന്നതാണ് ഖിസ്ത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു വിശദീകരണം. ഇൻഷാ അല്ലാ നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ട്. Moxity, justice openly and privately. അതാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഖിസ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓപ്പൺ ആൻഡ് പ്രൈവറ്റ്. അതല്ല അതിന്റെ അർത്ഥം അല്ലേ? അപ്പൊ അദാലത്ത് പറഞ്ഞാൽ ഓപ്പൺ ആണ്, ഇറ്റ്സ് ഓപ്പൺ കോർട്ട്. ഖിസ്ത് വരുമ്പോൾ ഓപ്പണും പ്രൈവറ്റും രണ്ടും ഉണ്ടാവും. ഓക്കെ, ഫോർ മുക്സ്. ഓക്കെ ഓക്കെ, നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ട്. ഇത് ഇപ്പൊ ഇത്രയും നിങ്ങൾ ഏകദേശം 17-18 ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് ഏകദേശം തദബ്ബറിൻ്റെ ഒരു ലൈന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ കിട്ടിയ അടിസ്ഥാനത്തിൽ ഇപ്പം എങ്ങനെയാണ് നമ്മൾ ആയത്തുകളിൽ നിന്ന് ഓരോന്ന് അടർത്തിയെടുക്കലും ഓരോന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കലും നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഈ ഒരു സമയത്തുകൊണ്ട് ഏകദേശം സെറ്റായിട്ടുണ്ടാവണം. അങ്ങനെ നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ സെറ്റായ ഒരു അവസ്ഥയിൽ വെച്ചുകൊണ്ട് ഈ ഒരു മറ്റേ എന്താ പറയുക ഹദീസിനെ നിങ്ങളൊന്ന് എന്ത് ചെയ്യണം, ഇൻ്റർപ്രേറ്റ് ചെയ്യണം. ലുക്ക് അറ്റ് ദിസ്. ഹദീസിലേക്ക് വരാം. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലിൻ അൻ റഅയ്യതിഹി. ഓക്കെ, ഞാനത് വേണമെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ഇവിടെ ഇട്ട് തരാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരുന്നുണ്ട്. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലിൻ അൻ റഅയ്യതിഹി. നിങ്ങൾ അതേ സിസ്റ്റമിലൊക്കെ കിട്ടുന്നുണ്ടാവും. അതായത് നിങ്ങൾ എല്ലാവരും ആരാണ്? ആട്ടിടന്മാരാണ്. യു ഓൾ ആർ ഷെപ്പേർഡ്സ് ആൻഡ് വ കുല്ലുക്കും ആൻഡ് ഓൾ ഓഫ് യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ഷീപ്പ്. നിങ്ങളെല്ലാവരും ആട്ടിടന്മാരാണ്. നിങ്ങളുടെ ആടും പറ്റങ്ങളെ ഉത്തരവാദിത്തമാർക്കാണ് നിങ്ങൾക്കാണുള്ളത്. ഈ ഹദീസിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ളത് അടുത്തൽ പറഞ്ഞുതരാം. എന്നാൽ ആദ്യം തന്നെ പറയാണ്, നിങ്ങൾ വിചാരിച്ചത്ര 1-2 വരിയിൽ പറയുന്ന സംഗതി അല്ലത്. ഇത് ശരിക്കും ഇന്ന് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് റസൂലുള്ള അങ്ങനെ പറഞ്ഞത്? റസൂലുള്ള എല്ലാവരെയും ഉപമിച്ചത് ഒരു ആട്ടിനിടനായിട്ടാണ്. എന്നിട്ട് നിങ്ങൾ ആട്ടിനിടനാണ്, നിങ്ങളുടെ ആടുകളുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, ഓരോ ആടിൻ്റെയും ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്ന് റസൂലുള്ള പറയുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? വൈ ഡിഡ് റസൂലുള്ള സ്പീക്ക് അബൌട്ട് എ ഷെപ്പേർഡ്? ഒരുപാട് ജോലികളുണ്ട്. ആ ജോലി വെച്ചുകൊണ്ട് എന്തുകൊണ്ട് ആട്ടിഴന്ന് മാത്രം പ്രവാചകൻ എടുക്കാനുള്ള കാര്യം? നിങ്ങളെല്ലാവരും കൊല്ലന്മാരാണെന്ന് പറഞ്ഞൂടെ? അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും മറ്റേ ചെരുപ്പ് കുത്തി പറഞ്ഞൂടെ? അല്ലെങ്കിൽ എല്ലാവരും ടൈലർമാർ പറഞ്ഞൂടെ? അല്ലെങ്കിൽ കച്ചവടക്കാർ പറഞ്ഞൂടെ? ഒരുപാട് ഉദാഹരണം ഉണ്ടല്ലോ. അവിടെ നിന്നില്ലാതെ എന്തുകൊണ്ട് റസൂൽ അത് എടുത്തു? എന്താണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്നെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, മൊത്തത്തിൽ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഗൗരവം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് റസൂൽ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയിട്ട് അയച്ചു തരിക. ഇപ്പം തന്നെ പറയാണ്, 1, 2, 3 വാചകം കൊണ്ട് തീരുന്ന ഒരു സാധനമല്ല ഇത്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ 1, 2, 3 പോയിന്റ് ചെയ്ത് അയച്ചേക്കണം. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, കുറച്ച് ഊടായ്പ ആൾക്കാരുണ്ട്, ഭയങ്കര സ്മാർട്ടാണ്. എന്താണ് മറ്റേ ഹോംവർക്ക് ചെയ്ത് അയച്ചു കൊടുത്ത് എന്നാലും വല്ലതുകൊണ്ട് ഒന്നും ഉണ്ടാവും. ഞാൻ അങ്ങനത്തെ പണി ചെയ്യേണ്ട. കുറച്ച് മെനക്കെട്ടിട്ട് മണ്ട ആലോചിച്ചിട്ട് എന്തുകൊണ്ട് ആട്ടിടയൻ, എന്തുകൊണ്ട് റസൂൽ അങ്ങനെ പറഞ്ഞു? ഒരു ആട്ടിടൻ്റെ ഉത്തരവാദിത്തം എന്താ? അത് എന്തിനോടാണ് ഉത്തരവാദിത്തപ്പെട്ടത്? വൈ ഈസ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഷെപ്പേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ നിങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ, എന്നിട്ട് ആ ഒരു വിശകലനം അല്ലെങ്കിൽ ആ ഒരു എക്സാമ്പിൾ നിങ്ങളുടെ ലൈഫിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിശ്വാസി എന്ന നിലക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റം എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വരിക. ഓക്കെ, വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.